നമസ്കാരം. 2025 മലയാള സിനിമ ആഘോഷിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി പറയുന്ന ഒരു സിനിമയുണ്ട്, തുടരും. മോഹൻലാൽ നായകനായി രജപുത്ര രഞ്ജിത്ത് നിർമ്മിച്ച ചിത്രം. ആ ചിത്രത്തിൻ്റെ പ്രധാനപ്പെട്ട സംവിധായകൻ ന്യൂസ് 18-നൊപ്പം ചേരുകയാണ്. ലാലേട്ടൻ മുണ്ട് മടക്കിക്കുട്ടി തിയേറ്ററിൽ വരുമ്പോൾ പ്രേക്ഷകർ ഒന്നടങ്കം കൈയടിച്ച് സ്വീകരിക്കുമെങ്കിൽ ഈ മനുഷ്യൻ ഇതുപോലെ മുണ്ട് മടക്കിക്കുത്തി വരുന്നത് ഓഫ് സ്ക്രീനിലാണ്, പ്രത്യേകിച്ച് ബിഹൈൻഡ് ദ ക്യാമറയും. തുടരും എന്ന സിനിമയുടെ സെറ്റുകളിൽ ആ വിഷ്വൽ എല്ലാം തന്നെ വൈറലായി മാറുകയും ചെയ്തു. ആ മനുഷ്യനാണ് ഇന്ന് എന്നോടൊപ്പം ചേരുന്നത്, ദി വൺ ആൻഡ് ഓൺലി തരുൺ മൂർത്തി. നമസ്കാരം ചേട്ടാ. ആൻഡ് ഒരുപാട് നാളത്തെ ആഗ്രഹം ആയിരുന്നു താങ്കളെ കാണണമെന്നുള്ളത്. ശേഷം എനിക്ക് സത്യം പറഞ്ഞാൽ സന്തോഷമാണ്. താങ്ക് യു ഫോർ ദിസ് ടൈം. നമ്മളിപ്പോൾ നിൽക്കുന്നത് തരുൺ ചേട്ടൻ്റെ ലോകത്താണ് കേട്ടോ, പ്യൂപ്പയിലാണ്. തരുൺ ചേട്ടൻ ഒരുപാട് പുതിയ അപ്കമിങ് ആയിട്ടുള്ള ആളുകളെ ആക്ടിങ് പഠിപ്പിച്ച് അവരെ ചേട്ടൻ്റെ സിനിമയിലൂടെ തന്നെ കൊണ്ടുവന്ന് അങ്ങനെ ഒരുപാട് ഇപ്പം തുടർന്ന് തന്നെ ഒരുപാട് പേര് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ പുതിയ സിനിമകളിലും അവരെയൊക്കെ കൊണ്ടുവരാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അദ്ദേഹം. അപ്പോൾ ഇത്രയും ബിസി ഷെഡ്യൂളിൽ പോലും ഈ പ്യൂപ്പ വർക്ക്ഷോപ്പിന് ഇടയിലാണ് നമുക്ക് ഈ ഇന്റർവ്യൂ തരുന്നത്. അതുകൊണ്ട് വീണ്ടും ഞാൻ തരുൺ ചേട്ടാ താങ്ക് യു സോ മച്ച്. അത് നമ്മൾ ലാലുചേട്ടനെ ഞാൻ കൊടുത്തൊരു വാക്കാണ്. ലാലുചേട്ടനെ കുറേ നാളായിട്ട് ഇങ്ങനെ നമുക്കൊന്നും ചെയ്യണമെന്നുണ്ട്, പക്ഷെ എനിക്ക് പലപ്പോഴും അത് ചെയ്തു കൊടുക്കാൻ പറ്റില്ല. പിന്നെ ലാലുചേട്ടനെ പോലത്തെ ഒരു വലിയ ജേർണലിസ്റ്റ് ഇൻഡസ്ട്രിയിൽ ഇത്രയും നാളായിട്ട് നിൽക്കുന്ന ഒരാൾ നമുക്ക് ഇൻട്രോ ചെയ്യണം എന്ന് പറയുമ്പോൾ നോ പറയാനുള്ള ബുദ്ധിമുട്ടാണ്. തുടരും സക്സസിന് ശേഷം ചോദിക്കുക. അപ്പോൾ ഇപ്പോഴാണ് എന്നൊരു ലാലുചേട്ടൻ വീണ്ടും ഓൺ റെക്കോർഡ് ഞാൻ ഒരു നന്ദിയും കൂടെ പറയാണ്. അപ്പോൾ തരുൺ ചേട്ടാ, ഇപ്പോൾ 2025 ചേട്ടൻ്റെ വർഷമാണ്. മലയാള സിനിമയ്ക്ക് തന്നെ അല്ല, കാരണം ഇപ്പോൾ തുടരെ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് ഇപ്പോഴും അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ആ സിനിമ ഉണ്ടാക്കിയ ഒരു ജൈജാൻറ്റിക് സക്സസ് ഉണ്ടല്ലോ, ചേട്ടൻ എന്ന ഡയറക്ടറിനെ എത്രമാത്രം അത് മോൾഡ് ചെയ്തിട്ടുണ്ട്? നമ്മൾ സക്സസ് ഫെയിലിയർ എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ വന്നത് ഇത് ആർട്ടാണ്. ആർട്ട് സ്പെസിഫിക്കലി കാണുന്ന പ്രേക്ഷകനെ ആനന്ദിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഐഡിയ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജാവ ചെയ്യുമ്പോഴും ഒരു ആർട്ട് ചെയ്യുന്നു, അത് ആളുകളെ ആനന്ദിപ്പിക്കണം. ഓക്കെ, ആനന്ദം കൂടുമ്പോൾ ഫിനാൻഷ്യലി ഉള്ള ബെനിഫിറ്റുകൾ കിട്ടണം. ഇപ്പോൾ സൗദികളിലൊക്കെ ചെയ്യാൻ ഇപ്പം ഓപ്പറേഷൻ ജാവ പോലത്തെ ഒരു ബ്ലോക്ക് ബസ്റ്റർ അല്ലെങ്കിൽ അന്നേരത്തെ ഒരു ഇൻഡസ്ട്രി ഹിറ്റ്, പോസ്റ്റ് കോവിഡ് ഹിറ്റ് ആണല്ലോ. അപ്പോൾ അന്നേരത്തെ ഇൻഡസ്ട്രി ഹിറ്റ് എന്ന് പറയാവുന്ന ഒരു സിനിമ വീണ്ടും ഈ പറയുന്ന പോലെ ശേഷം ഞാൻ തീരുമാനിച്ച സൗദികളിലൊക്കെയാണ്. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ പ്രേക്ഷകനെ ഇമോഷണലി കണക്ട് ചെയ്യുന്ന, ഇമോഷണലി ചിന്തിപ്പിക്കുന്ന, ഇമോഷണലി ആനന്ദിപ്പിക്കുന്ന ഒരു സിനിമ ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഒരു സക്സസ്, ബ്ലോക്ക് ബസ്റ്റർ, ഇൻഡസ്ട്രി ഹിറ്റ്, മറ്റേ മാഗ്നം ഓഫീസ് പരിപാടികളൊന്നും നമ്മൾ കൂട്ടിയാൽ കൂടുന്ന കാര്യങ്ങളല്ലേ. നമുക്കങ്ങനെ ഒന്നും ഓക്കെ അടുത്തൊരു ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചേക്കാന്ന് പറഞ്ഞ സിനിമയായിട്ട് ഇറങ്ങാനും പറ്റില്ല. അപ്പം എൻ്റെ ഐഡിയ എനിക്ക് സന്തോഷിക്കാവുന്നൊരു സ്പേസ് ഉണ്ടാക്കുക, അതിൽ ഞാൻ കുറേ സന്തോഷിക്കുക, ആ സന്തോഷത്തിൻ്റെ റിസൾട്ടായിട്ടൊരു പ്രോഡക്റ്റ് ഉണ്ടാകുക. ആ പ്രോഡക്റ്റ് ആളുകളെ സന്തോഷിപ്പിച്ചാൽ സന്തോഷം, സന്തോഷിച്ചില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടും അതിന് വേണ്ടിയിട്ട് പണിയെടുക്കുക, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇതൊരു ബാധ്യതയോ ഇതൊരു ഖനമോ ഭാരമോ ആയിട്ടൊന്നും വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അങ്ങനെ ചിന്തിക്കുന്നത് ഒരു മണ്ടനായി ചിന്തിക്കാൻ പറ്റുള്ളൂ. ഞാൻ അങ്ങനെ ഇപ്പം നിങ്ങൾ ചോദിച്ചാൽ എങ്ങനെ ഡയറക്ടറിന് ഇത് മോൾഡ്, ഓഫ് കോഴ്സ് ഒരു മോൾഡിങ് ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞ ഓരോ ദിവസവും മോൾഡിങ് സംഭവിക്കുന്നുണ്ട്. ഇപ്പം തുടരും പാക്കപ്പ് പറഞ്ഞ ഒരു സ്റ്റേജിലോ മൈൻഡ് സെറ്റിലോ അല്ല തുടരുമിൻ്റെ റിലീസിൻ്റെ സമയത്ത് ഞാൻ നിൽക്കുന്നത്. കാരണം അത് എന്നെ ഇപ്പോൾ തുടരും റിലീസ് ചെയ്യുന്ന സമയത്ത്, ഒരു റിലീസ് ഡേറ്റ് മാറിപ്പോയ സമയത്ത് എനിക്ക് ഒരുപാട് സൈബർ അറ്റാക്കുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സൈബർ അറ്റാക്കുകൾ ഞാൻ അതിനെ ഫേസ് ചെയ്യാത്തൊരു സാധനമാണ്. അപ്പോൾ ലാൽ സാറിനെ പോലത്തെ ഒരാളുടെ ഒരു സിനിമ റിലീസ് ചെയ്യുന്ന ഡേറ്റ് മാറിപ്പോവും. കാരണം ഇതിനു മുമ്പ് നമ്മൾ റിലീസ് ചെയ്യുന്ന സിനിമ ഡേറ്റ് മാറുന്ന നെവർ ബോധേഡായിരുന്നു. പക്ഷേ ഇത് മോഹൻലാൽ പോലത്തെ ഒരു ആക്ടർ ബ്രാൻഡിൻ്റെ ഒരു സിനിമ റിലീസ് ഡേറ്റ് വെച്ചിട്ട് അത് മാറി പോകുന്നു എന്ന് പറയുന്നത് വലിയ സൈബർ അറ്റാക്ക് വന്നപ്പം അതെന്നെ കുറേ മോൾഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ ഇതിനെ ഫേസ് ചെയ്യാം ഞാൻ പറഞ്ഞ എല്ലാ സ്റ്റേജിലും. അപ്പം ഇന്നിപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഇവിടെ കുറേ ആളുകൾ കാണുന്നു, ഇവിടെ ആളുകൾ കുറേ ആക്ടുകൾ കാണുന്നു, ഇമോഷൻസ് അതെന്നെ മോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഡേ ബൈ ഡേ മോൾഡ് ആകപ്പെടുന്നുണ്ട്. അപ്പം സംവിധായക നിലയിൽ മോൾഡ് ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെയിലി മോൾഡ് ചെയ്യപ്പെടുന്നു. പക്ഷേ അതൊരു സക്സസിൻ്റെയോ ഫെയിലിയറിൻ്റെയോ ബേസിലുള്ള മോൾഡിങ് അല്ല. ഓക്കെ, അല്ല പക്ഷേ ഈ തുടരുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീകോഡിങ് കാര്യങ്ങളൊക്കെ ഒരുപാട് നടന്നിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് ഈ ഓണത്തിലേക്ക് കിടക്കുന്നത്. പക്ഷേ അതിന് മുന്നേ ബിഫോർ സിനിമ ടോക്സ് ഓണം എങ്ങനെയാണ് തരുൺ ചേട്ടന് സാധാരണ? ഫാമിലി, ഞാനിപ്പം കൊച്ചിയിലാണ്. കഴിഞ്ഞൊരു 3 വർഷമായിട്ട് ഞാനും വൈഫും കുഞ്ഞുങ്ങളും ഒക്കെ കൊച്ചിയിലാണ്. അപ്പം ഓണം വരിക എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് 2 പ്രധാനപ്പെട്ട ഞങ്ങളുടെ ഫാമിലി, ഞങ്ങളുടെ അച്ഛൻ്റെ അമ്മ, വൈഫിൻ്റെ അമ്മ ഫാമിലി. അപ്പം അവർക്കൊപ്പം സ്പെൻഡ് ചെയ്യാൻ മാക്സിമം നോക്കും. കഴിഞ്ഞ ഓണ സമയത്ത് തുടരുമിൻ്റെ ഷൂട്ടായിരുന്നു. ഞാൻ വാഗമണ്ണിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ നിന്ന് ഓണം ബ്രേക്ക് എടുത്തിട്ട് ആദ്യം വൈഫിൻ്റെ അമ്മയുടെയും കൂടെ ഒന്ന് ഓണം ആഘോഷിച്ചു, പിന്നെ വന്ന് ബ്രേക്ക് എടുത്ത് അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ഒന്ന് ഓണം ആഘോഷിച്ചു. വിത്ത് ഫാമിലി ആയിരിക്കും, അല്ലാണ്ട് വേറൊരു പെർട്ടിക്കുലർ പ്രോസസ്സ് ഇല്ല തോണ. എനിവേ വേറെ സൗഹൃദങ്ങളോ കൂട്ടായ്മോ സിനിമയോ ഒന്നുമല്ല, ഫാമിലി. അത് ഇത്തവണ ഓർപ്പിച്ചു വെച്ചേക്കാണ്. അത് എല്ലാ തവണയും. പക്ഷെ ഞാൻ ചോദിച്ചോട്ടെ, ഈ ഓണം അങ്ങനെയല്ലല്ലോ ചേട്ടാ. ഈ പടത്തിന്റെ ഒരു വലിയ ഹിറ്റിന് ശേഷം എത്ര പ്രൊഡ്യൂസേഴ്സ് വിളിച്ചു?
അല്ല പ്രൊഡ്യൂസ് ചെയ്ത ജാവ മൂലമുള്ള കുറേ കമ്മിറ്റ്മെൻറ്റുകളുണ്ട് ഈ പറയുന്ന സിനിമകൾ ചെയ്യാനായിട്ട്. പിന്നെ സൗദി വിളക്ക് കഴിഞ്ഞപ്പോഴും സൗദി വിളക്ക് കഴിഞ്ഞപ്പോഴാണ് ശരിക്കും തുടരും സിനിമയ്ക്ക് വേണ്ടി വിളിക്കുന്നത്. ആഷിക്ക് ടൊർപ്പഡോ ചെയ്യാൻ വേണ്ടി വിളിക്കുന്നതും സൗദി വിളക്ക് കഴിഞ്ഞിട്ടാണ്. അപ്പം തുടരും കഴിയുമ്പോൾ ഓഫ് കോഴ്സ് ആളുകളുടെ കോളുകളും ആക്ടേഴ്സിൻ്റെ കോളുകളും ഒക്കെ നമുക്കൊരു സിനിമ ചെയ്യേണ്ടതെന്ന് ചോദിച്ച് വരുന്നുണ്ട്. എന്നിരുന്നാലും അതൊരു എന്താ പറയുക, തുടരും ചെയ്തതിൻ്റെ ഒരു ഹാങ് ഓവറിൽ വരുന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നല്ല സിനിമകൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് നമ്മളിലൊരു വിശ്വാസം ഉണ്ടാകുമ്പോൾ, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും ഒരു വിശ്വാസം ഉണ്ടാകുമ്പോൾ നമ്മളെ തേടി ആളുകൾ വരും. അത് ജാവ മുതലുണ്ട്. അല്ല, പക്ഷെ ഞാൻ പറയുന്നത് ഇതിന് ശേഷം ഒരു വലിയ ലീപ്പിലോട്ട് എടുത്ത് ചാടുന്നതായിട്ട് അങ്ങനെ ഒരു ഫീൽ വല്ലതും ഉണ്ടോ? കാരണം കാണുന്ന പ്രേക്ഷകർക്ക് അതുണ്ട്, തരുൺമൂർത്തി വേറൊരു ലീഗിലോട്ട് പോയി. അല്ല, ഞാൻ പറഞ്ഞേട്ടാ, നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോഴേ ഇത്രയും വലിയൊരു സക്സസ്, ഈ വർഷത്തെ ഏറ്റവും വലിയ സക്സസ് ടിൽ ഡേറ്റ് നിൽക്കുമ്പോഴേക്കും അത് ഓട്ടോമാറ്റിക്കലി പ്രേക്ഷകർ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് ഉണ്ടല്ലോ. ഇനി സംവിധായകൻ അടുത്ത ടോർപേഡോ വരുന്നു, ഫഹദിന്റെ കൂടെ ഒരു പടം വരുന്നു, അങ്ങനെ ഇനി ഉണ്ടാകുന്ന ഒരു ലീപ്പിനെ പറ്റി ഒരു സംസാരം നേരത്തെ ഉണ്ടായിരുന്നു. അല്ല, അങ്ങനൊരു വലിയ സിനിമകൾ മാത്രം ചെയ്യുന്ന ആളായിട്ടൊക്കെ എന്നെ ദയവ് ചെയ്ത് മുദ്ര കുത്തരുത്. കാരണം ഞാൻ ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആയിട്ടൊരു ഫിലിം മേക്കറായിട്ട് നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. എന്ത് അയാൾ നെക്സ്റ്റ് ചെയ്യും, അയാളുടെ ഒരു സിനിമയുടെ ജോണറുകൾ എന്തായിരിക്കും എന്നൊന്നും ഒരാൾക്കും ഒരിക്കലും എന്നെ ജഡ്ജ് ചെയ്യാൻ പറ്റരുത്. ഞാൻ ജഡ്ജ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ തീർന്നു. പിന്നെ ഞാൻ ചെയ്യുന്ന ആർട്ടുകൾ ആളുകൾ ആ ഒരു ഇയാളുടെ സിനിമയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കുമെന്ന് പറയാൻ. പക്ഷേ ഓക്കെ, ഇതിൻ്റെ എൻ്റെതായ ചില സംഭവം, ചിലപ്പോൾ ചെറിയ നർമ്മങ്ങളും ചെറിയ ഇമോഷൻസും അല്ലെങ്കിൽ ഇമോഷണലി ആളുകൾ ഇറങ്ങിപ്പോരും നെഞ്ചിലൊരു കനമൊക്കെയാണ് ഇപ്പോൾ ആളുകൾ കോമൺ ആയിട്ട് എൻ്റെ സിനിമയിൽ പറയുന്നത്. ഓപ്പറേഷൻ ആവുക കഴിഞ്ഞിറങ്ങുമ്പോൾ ആ പിള്ളേരുടെ ലൈഫിൽ നമുക്കൊരു കനമുണ്ട്. സൗദി വെള്ളയ്ക്ക കാണുമ്പോൾ ആ മനുഷ്യന്മാരുടെ ഡയലോഗിലൊരു കനമുണ്ട്. ഇപ്പം തുടരും കാണുമ്പോൾ ലാലേട്ടൻ പറഞ്ഞ ക്യാരക്ടറിന് ഇമോഷണൽ ഒരു കനമുണ്ട്. പക്ഷേ അതായിരിക്കും ഒരു കോമൺ. പക്ഷേ ജോണർ വൈസ് എല്ലാം ഡിഫറൻ്റ് ആണ്. ഇപ്പം ഓപ്പറേഷൻ ജാവ അല്ല സൗദി വെള്ളയ്ക്ക, സൗദി വെള്ളയ്ക്ക അല്ല തുടരും, ഓപ്പറേഷൻ ജാവ അല്ല തുടരും അല്ല സൗദി വെള്ളയ്ക്ക. അപ്പം അങ്ങനെയുള്ളൊരു കോൺട്രഡിക്ഷൻസ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പം നെക്സ്റ്റ് വരാൻ പോകുന്ന ടോർപേഡോ ആണെങ്കിലും ഇതൊന്നും ആവരുതെന്നാണ് എൻ്റെ പ്രീ പ്രൊഡക്ഷനിലുള്ള പ്ലാനുകൾ. അപ്പം അൺപ്രഡിക്റ്റബിൾ ആയിട്ട് നിൽക്കുക. വൺസ് തരുൺമൂർത്തിയുടെ സിനിമ ഇങ്ങനെ ആയിരിക്കും എന്നൊരു പ്രേക്ഷകൻ വിചാരിക്കുന്നിടത്ത് ഞാൻ തോറ്റു. പിന്നെ ഞാൻ സിനിമയായിട്ട് കാര്യമില്ലാന്ന് വെച്ചിരിക്കുന്ന അവസ്ഥ. അതേപോലത്തെ ഒരു മേക്കിംഗ് സ്ട്രക്ചർ അല്ല. അതുകൊണ്ടാണ് എൻ്റെ എല്ലാ സിനിമകളിലും പുതിയ പുതിയ ടെക്നീഷ്യൻസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഓപ്പറേഷൻ ജാവ ഒരു ടെക്നീഷ്യൻസും സൗദി വെള്ളയ്ക്ക് റിപ്പീറ്റ് ചെയ്തിട്ടില്ല. എഡിറ്ററും സൗണ്ട് ഡിസൈനേഴ്സും. പക്ഷേ പ്രധാനമായിട്ടും എൻ്റെ കാഴ്ചയും ശബ്ദവും ഞാൻ മാറ്റാൻ ശ്രമിക്കാറുണ്ട്. അപ്പം അതൊരു പുതുമ. ഇപ്പം ജാവയിലത്തെ ഫായ് സിദ്ദിഖല്ല സൗദി വെള്ളക്കയിലേക്ക് വന്നപ്പം വേറൊരു ക്യാമറമാനാണ്. അവരാരും അല്ല തുടരും ചെയ്യുന്നത്. അതാണ് ഇയാളുടെ സിനിമകൾക്കൊക്കെ വേറെ ലുക്ക് ആൻഡ് ഫീലും ഉള്ളത്. അപ്പം അത് എൻ്റെ ബോധപൂർവ്വമുള്ള ശ്രമമാണ്. അല്ല ചേട്ടാ, അത് ചോദിച്ചുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഇപ്പം സാധാരണ ഒരാൾ ഒരു ടീമിന് കൊണ്ടുപോകാറുണ്ട്. കാരണം അവർക്കൊരു കംഫർട്ട് സോൺ അതാണ്, പറയാൻ എളുപ്പമാണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പമാണ് എന്നുള്ളതാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം. അത് ഓബ്വിയസ്ലി കുറച്ചുകൂടെ നല്ലതായിട്ടുണ്ട്. പക്ഷേ നമ്മളൊരു പുതിയ ടീമിനെ വീണ്ടും കണ്ടുപിടിക്കുമ്പോഴേക്കും അവരെ വീണ്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ആദ്യം തൊട്ട് ഒന്നേന്ന് പഠിക്കുക, എൻ്റെ സ്റ്റൈൽ പഠിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ബാരിയർ അതില്ലേ? എനിക്ക് അങ്ങനത്തെ കമ്മിറ്റ്മെൻറ്റുകളില്ല. ഇല്ല, എന്ന് വെച്ചാൽ ഞാൻ ടോട്ടലി ന്യൂ ആയിട്ട് ഇൻഡസ്ട്രി വന്ന ആളാണ്. ഞാനൊരാളുടെയും കൂടെ അസിസ്റ്റ് ചെയ്തോ സൗഹൃദമോ അങ്ങനെ എന്നെ സിനിമയിൽ എത്തിക്കുന്നതിനായിട്ട് കുറേ സുഹൃത്തുക്കളോ ഒന്നും ഉണ്ടായിട്ട് വന്ന ഒരു പേഴ്സണാലിറ്റി അല്ല ഞാൻ. എൻ്റെ ഒരു സിനിമ, ഒരു കഥ കിട്ടി, ആ കഥ ഏറ്റവും നന്നായിട്ട് എനിക്ക് കമ്മിറ്റ്മെൻറ്റ് പ്രേക്ഷകനോടാണ്, അല്ലാണ്ട് ടെക്നീഷ്യൻസിനോടല്ല ഞാൻ. കാരണം പ്രേക്ഷകൻ ഇപ്പോഴാണ് കമ്മിറ്റ്മെൻറ്റ്. ഞാൻ സൗദി വെള്ളയ്ക്ക് അല്ലെങ്കിൽ ഓപ്പറേഷൻ ആവാൻ കഴിഞ്ഞാൽ പോലും എനിക്ക് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. എൻ്റെ പേരിൽ കാണാൻ വരുന്ന സിനിമയ്ക്ക് ഒരു ക്വാളിറ്റി ഞാൻ കീപ്പ് ചെയ്യണം. അപ്പോൾ ഇപ്പം ഓപ്പറേഷൻ ആവാൻ കുറച്ചും കൂടി റോ മോഡ് സിനിമയായിരുന്നു. ഇങ്ങനെ ഹാൻഡ് ഹെൽഡ് ക്യാമറകളും ഭയങ്കര സ്പീഡിൽ ഷൂട്ട് ചെയ്യുന്ന സിനിമയായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ഷൂട്ട് ചെയ്യണം, അതിൻ്റെ സൗണ്ട് സ്കേപ്പും കുറച്ചും കൂടി ഒരു ഇലക്ട്രോ സൗണ്ടിങ് ഒക്കെ വേണ്ട. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ അകത്ത് ജെയ്ക്സും ഫായും വന്നത്. ഞങ്ങൾ തമ്മിൽ നല്ല ഫായും ജെയ്ക്സൊക്കെ എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ് ആഫ്റ്റർ ഓപ്പറേഷൻ. പക്ഷേ അടുത്ത സിനിമ ഞാൻ ചോദിച്ചപ്പോൾ സൗദി വെള്ളയ്ക്കൊക്കെ ഒരിക്കലും ഫായിനെപ്പോഴത്തെ ഒരു ക്യാമറമാനല്ല വേണ്ടത്. ആ കഥ ഡിമാൻഡ് ചെയ്യുന്നത് കുറച്ചും കൂടി ലൈഫുകൾ ക്യാപ്ചർ ചെയ്യുന്ന, കുറച്ചും കൂടി ഇമോഷണലി എന്താ പറയുക, കാര്യങ്ങൾ ക്യാപ്ചർ ചെയ്യുന്ന ഒരാളെ വേണം. അങ്ങനെയാണ് ശരൺ എന്ന് പറഞ്ഞ ആളെ നമ്മൾ കണ്ടെത്തിയത്. അങ്ങനെ ശരണിനെ വെച്ചിട്ട് ഷൂട്ട് ചെയ്തു. ശരണിന് മുമ്പ് വേറെ പരിചയങ്ങളൊന്നുമില്ല. ഞാൻ ശരണിൻ്റെ 2-3 വർക്കുകൾ കണ്ടപ്പോൾ ഇയാളുടെ ഫ്രെയിമിംഗ് സെൻസിബിലിറ്റി എൻ്റെ സിനിമയ്ക്ക് നന്നാവുമെന്ന് തോന്നിയിട്ട് ഞാൻ അങ്ങോട്ട് പോയി ചോദിച്ചതാണ്. പാലി ഫ്രാൻസ് എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് മ്യൂസിക് ചെയ്യുന്ന ആളാണ്. പാലി റെക്സ് വിജയൻ്റെ കൂടെ മ്യൂസിക് ചെയ്തിട്ടുള്ളൂ. അപ്പം റെക്സിൻ്റെ പോലത്തെ സൗണ്ട് സ്കേപ്പുകളൊക്കെ ഉള്ള ആളാണ്. ചില സോങ്ങുകളിലൊക്കെ സൗണ്ടിങ് റെക്സിൻ്റെ പാട്ടുകളിൽ പാലി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് കേട്ട് അവനോട് എക്സൈറ്റഡ് ആയിട്ടാണ് ഞാൻ പാലിനെ പിന്നെ അഗെയിൻ തുടരും ചെയ്യാൻ വന്നപ്പോഴത്തേക്കും കാടും ഫോറസ്റ്റും ഈ പറയുന്ന പോലെ എന്താ പറയുക, യാത്രകളും നൈറ്റ് ഷോട്ടുകളും ഒക്കെ ഒരുപാട് ഷൂട്ട് ചെയ്യേണ്ട സിനിമ. അത് റിയലിസ്റ്റിക് ആയിട്ട് ലാൽ സാറിനെ പോലത്തെ ഒരാളെ വെച്ചിട്ട് ഇന്നത്തെ കാലത്തൊരു പക്കാ റിയലിസ്റ്റിക് സിനിമ ചെയ്യാൻ പറ്റില്ല. ഒരു സെമി റിയലിസ്റ്റിക് സിനിമാറ്റിക് മൂവ്മെൻറ്റുകളും വേണം, എന്നാൽ റിയലിസ്റ്റിക്കും വേണം. അപ്പം അങ്ങനെ ക്യാപ്ചർ ഉണ്ടെങ്കിൽ സിനിമാറ്റിക് വേർഷൻ ഷൂട്ട് ചെയ്യാൻ ഷാജികുമാറിനെ പോലത്തെ ഷാജിയുടെ അപ്പുറത്തേക്ക് വേറൊരു ക്യാമറമാൻ ഇന്ന്, കാരണം അതാണ് അദ്ദേഹത്തിൻ്റെ 52 ഫിലിമോഗ്രഫി ചെയ്യുന്നത്. അപ്പം പുലിമുരുകൻ പോലത്തെ സിനിമകൾ ചെയ്തിട്ടുള്ള അപ്പം എൻ്റെ ഒരു ലൈഫ് ടെല്ലിങ്
സിനിമ എന്താ പറയുക ഒരു ഫിലിം മേക്കിങ്ങും ഷാഹിച്ചാൻ്റെ ഒരു സിനിമാറ്റിക് വേർഷൻ കൂടി കൂടുന്ന ഒരു ഫോർമുലയായിരുന്നു ആ സിനിമ ഡിമാൻഡ് ചെയ്തിരുന്നത്. അങ്ങനെയാണ് ഷാഹിച്ചാനിലേക്ക് എത്തുന്നത്. പിന്നെ ഈ പറയുന്ന അതിന് മ്യൂസിക്കലി എനിക്ക് ജെയ്ക്സിന് ഒരു ഫോക്കി എലിമെൻ്റ് ആണ് വേണ്ടത്. അത് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഒരു റാന്നി പോലത്തെ ഒരു ഫോറസ്റ്റ് ഏരിയയോട് ചേർന്ന് നമ്മൾ എപ്പോഴും ഒരു ഫോക്ക് എലിമെൻ്റ് എൻ്റെ മനസ്സിലിങ്ങനെ കിടപ്പുണ്ടായിരുന്നു. ഫോക്കിൽ ജെയ്ക്സിനെ കടത്തി വെട്ടാൻ ഇന്ന് ഇൻഡസ്ട്രിയിൽ വേറെ ആളില്ല, അല്ലെങ്കിൽ സന്തോഷ് നാരായണ പോലെ ഒരാളെ ഞാൻ അപ്രോച്ച് ചെയ്യണം. അപ്പോൾ എൻ്റെ ഓപ്ഷൻസ് ഇവർ രണ്ടുപേരുമായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് കുറച്ചും കൂടി ഈസിലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത് ജെയ്ക്സിൻ്റെ ഇടയ്ക്കായിരുന്നു. അപ്പോൾ ഞങ്ങളാ പറഞ്ഞത് എൻ്റെ വിഷ്വൽസും സൗണ്ടും ഞാൻ എപ്പോഴും ചേഞ്ച് ചെയ്യാൻ ഞാൻ എഡിറ്ററിനെയും സൗണ്ട് ഡിസൈനറെയാണ് അങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നത്. കാരണം അത് എനിക്ക് ചിലപ്പം പോസ്റ്റ് പ്രൊഡക്ഷൻ്റെയൊക്കെ ഏറ്റവും തകൃതിയായി നടക്കുന്ന സമയത്ത് എനിക്കിരുന്ന് തർക്കിക്കാൻ അപ്പം അവരാണെങ്കിൽ എനിക്ക് ഒരു വട്ടം പറഞ്ഞാൽ മതി. ഇപ്പം വിഷ്ണു ഗോവിന്ദാണെങ്കിലും നമ്മുടെ നിഷാദ് ഇപ്പം മരണപ്പെട്ടു പോയി, നിഷാദാണെങ്കിലും ഒക്കെ ഞാൻ എന്താണ് പറയുന്നതെന്നൊക്കെ ഒറ്റവാക്കി എന്നൊക്കെ മനസ്സിലാക്കും. അപ്പം അങ്ങനെ അതൊക്കെ കൊണ്ടാണ് ഈ ജോണർ ഷിഫ്റ്റുകളും ഷഫിളുകളൊക്കെ ഉണ്ടാകുന്നത്. ചേട്ടാ അതായത് ഇപ്പം ടോക്ക് ഓഫ് ദ ടൗൺ ആയിട്ട് നിൽക്കുന്നത് ടോർപേഡോ ആണ്. എനിക്ക് അതിനെപ്പറ്റി ചോദിച്ചില്ലെങ്കിൽ ഈ പ്രേക്ഷകർ എന്നെ അടിക്കുക, അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് തെറി വിളിക്കുക. ഇത്രയും ഇങ്ങനെ ഈ മനുഷ്യനെ കിട്ടിയിട്ട് എന്തുകൊണ്ട് ടോർപേഡോ ചോദിച്ചില്ല എന്നുള്ളത് എന്താണ് കൂടുതൽ എന്തെങ്കിലും നമുക്ക് പറയാൻ? ടോർപേഡോ ആക്ച്വലി തുടരും കമ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ചെയ്യാൻ വേണ്ടിയിരുന്ന സിനിമയാണ്. അതിന് മുന്നേ ആഷിഖുമായിട്ട് ഞങ്ങൾ സംസാരിച്ച് അതിൻ്റെ ഡേറ്റുകളും പ്രീ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് ഞാനും എൻ്റെ ഡയറക്ഷൻ ടീമും വന്ന് ഫ്ലാറ്റിൽ വന്ന് കാസ്റ്റിങ്ങിൻ്റെ കുറേ ആളുകളെയൊക്കെ കണ്ടെത്തി കാസ്റ്റ് ചെയ്ത് തുടങ്ങിയ സമയത്താണ് ലാൽ സാറ് പെട്ടെന്ന് ഇമ്മീഡിയറ്റ്ലി നമുക്ക് പടം ചെയ്യാമെന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അതായത് തുടരും പ്ലാനിങ്ങിന് മുമ്പേ ഉണ്ടായിരുന്നു. പിന്നെ സൗദി വെള്ളയ്ക്ക് റിലീസിന് മുന്നേ പ്ലാൻ ചെയ്ത സബ്ജക്റ്റാണിത്. അപ്പോൾ അതൊന്ന് ഒരുപാട് ഈ പറയുന്ന ആർട്ടിസ്റ്റുകളൊക്കെ വന്ന് ജോയിൻ ചെയ്ത് അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകളൊക്കെ വന്ന് ജോയിൻ ചെയ്ത് എല്ലാം സൈൻ ചെയ്ത പ്രോജക്റ്റാണത്. അപ്പം ഇമ്മീഡിയറ്റ്ലി ഫഹദ് ഉൾപ്പെടെ ഫഹദുമായിട്ടുള്ള ഇനിഷ്യൽ മീറ്റിങ്ങുകളൊക്കെ ഇനിഷ്യൽ അല്ല ഏതാണ്ട് സ്ക്രിപ്റ്റ് ലോക്കിംഗ് സ്റ്റേജ് വരാൻ കഴിഞ്ഞതാണ് ഫഹദുമായിട്ട്. അപ്പോഴാണ് പെട്ടെന്ന് നമുക്കിങ്ങനെ ലാൽ സാറിനെ പോലത്തെ ഒരു ആക്ടറിൻ്റെ ഒരു ഡേറ്റ് ഇമ്മീഡിയറ്റ് വരിക എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് ഓൾ ഇൻഡസ്ട്രിയുടെ ടോക്ക് ഓഫ് ദ ടൗൺ ആവും. അപ്പോൾ എനിക്ക് അത് എത്തിക്സ് ഇല്ലായ്മയെന്ന് തോന്നിയിരുന്നു. കാരണം നമ്മളൊരു പ്രൊഡ്യൂസറുമായിട്ട് കമ്മിറ്റ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് ഒരു സിനിമ വരുമ്പം അത് മാറിപ്പോകാന്ന് പറയുന്നത് ഒരു ശരിക്കും പറഞ്ഞാൽ വേറൊരു വേർഡ് യൂസ് ചെയ്യേണ്ട ഒരു വാക്കാണ്. അപ്പം അത് പക്ഷേ ഞാനിപ്പോൾ എനിക്ക് എൻ്റെ കമ്മിറ്റ്മെൻറ്റും അല്ലെങ്കിൽ എൻ്റെ ഒരു നന്ദി എന്ന് പറയുന്നത് അത് കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്ന രഞ്ജിത്തേട്ടനോടും ആഷിഖിനോടുമാണ്. ഇവർ രണ്ടുപേരും അത് എൻ്റെ ലോക്ക് മനസ്സിലാക്കി, അല്ലെങ്കിൽ എൻ്റെ ഞാൻ മാനസികമായിട്ട് അതിൻ്റെ അത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കി അതൊരു പ്രൊഫഷണലി അപ്രോച്ച് ചെയ്യണമെന്ന് തന്നെ പഠിപ്പിച്ച് ആഷിഖിൻ്റെ അടുത്ത് ഞാനത് ചോദിക്കുമ്പോൾ ആഷിഖിനോട് പറയണത് തരുണേ അത് തുടരും പോലത്തെ ഒരു സിനിമ തുടരുന്ന പേരിട്ടില്ല ലാലേട്ടനെ പോലത്തെ ഒരു ആക്ടറിൻ്റെ ഒരു സിനിമ ചെയ്യാനൊരു അവസരം കിട്ടിയാൽ അത് ചെയ്യണം. ചെയ്ത് വന്നത് ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചാൽ അത് എൻ്റെ സിനിമയ്ക്കല്ലേ ഗുണം, മൈലേജ് എന്ന് പറഞ്ഞൊരു ഒരു വിഷയം ഉണ്ട് അയാൾക്ക്. രഞ്ജിത്തേട്ടനും എൻ്റെ അടുക്കെ പറയുമ്പം അത് ആഷിഖുമായിട്ടൊക്കെ സംസാരിച്ച് ഏറ്റവും നല്ല രീതിയിൽ അത് അങ്ങനെ ഒരു ഓപ്പറേഷൻ നടത്തി തരുണിനെ അപ്പുറത്തിന് മുന്നേ കൊണ്ടുപോവുക എന്ന് പറയുന്നത് അത് ഐ എം വെരി താങ്ക്ഫുൾ ടു ബോത്ത് പ്രൊഡ്യൂസേഴ്സ്. ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന അഗ്രഗണ്യരായ രണ്ട് പ്രൊഡ്യൂസേഴ്സിൻ്റെ വളരെ നയതന്ത്രപരമായ തീരുമാനങ്ങളിലാണ് ആ സിനിമ അങ്ങനെ മാറിയത്. അപ്പോൾ ടോർപേഡോ അങ്ങനെ ഡിസൈഡ് ചെയ്യുന്ന പ്രോജക്റ്റാണ്. അപ്പോൾ ഇപ്പോൾ എഗെയിൻ തുടരും കഴിഞ്ഞു വന്നപ്പോൾ ടൈം ഞങ്ങളത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ സീൻ ബൈ സീൻ ഇൻ ഡീറ്റെയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതും ഞാൻ എൻ്റെ ഫിലിമോഗ്രഫിയിൽ ഇല്ലാത്ത ഗ്രൂപ്പ് ഓഫ് ടെക്നീഷ്യൻസ് ആണ്. ജിംഷിയാണ്, ജിംഷി, സുഷിൻ, ഇതുവരെ ഞങ്ങൾ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള സുഷിൻ ചെയ്യുന്ന മ്യൂസിക്. വിവേക് പുതിയ എഡിറ്ററാണ്, പുതിയല്ല ഞാനുമായിട്ട് പുതിയ വിവേക് വെരി എക്സ്പീരിയൻസ് എഡിറ്ററാണ്. പിന്നെ മഷറുമായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടില്ല, മഷർ ന്യൂ ചോയ്സാണ്. അങ്ങനെ എല്ലാ രീതിയിലും തുടരുമോ ജാവയോ സൗദിയോ ഒന്നും അല്ലാതെ. ഇപ്പം ടോർപേഡോയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഒരു ഇൻഡസ്ട്രി ബേസിസിൽ മാത്രം സംസാരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. തുടരും ഇത്രയും വലിയ ഹിറ്റായി, സ്വാഭാവികമായി നിങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്ത ടോർപേഡോ ഇപ്പോൾ ഓൺ ആവുന്നു, അതേ സ്കെയിലിൽ തന്നെയാണോ വരുന്നത്, അതോ ഈ സിനിമയുടെ ഹിറ്റ് കാരണം സ്കെയിൽ മാറ്റിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ സമ്മതിക്കില്ല. ഒരു സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന ഷൂട്ട് ചെയ്യാവുള്ളൂ. ആ സ്ക്രിപ്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ അതിനൊരു സത്തുണ്ടാവും. നമ്മൾ ഏതെങ്കിലും ഒരു എലിമെൻ്റ് ആയിരിക്കുമല്ലോ ആ സിനിമ ചെയ്യണമെന്ന് നമ്മൾ തോന്നിപ്പിക്കും. ആ തോന്നലിനെ ബാധിക്കുന്ന ഒരു മാറ്റവും വന്നിട്ട് കാര്യമില്ല. അപ്പം ഞാൻ ആ ബാധ്യത എടുത്ത് വെക്കുന്നില്ല. തുടരും കഴിഞ്ഞിട്ട് അയാളുടെ അടുത്ത സിനിമ തുടരുന്നതിനേക്കാൾ മേളിലോ തുടരുന്നതിനേക്കാൾ ₹1 കൂടുതൽ മേടിക്കണമെന്നോ ഒന്നുമില്ല. എന്താണോ തുടരും ടോർപേഡോ ഡിമാൻഡ് ചെയ്യുന്നത് അത് അതിൻ്റെ ജെന്യൂനിറ്റിയിൽ ഷൂട്ട് ചെയ്യാമെന്നുള്ളൂ. അല്ലാണ്ട് ആഫ്റ്റർ തുടരും കാണാൻ എല്ലാ അറ്റൻഷനും എന്നിലേക്കാണെന്ന് ഇല്ല. ഇത്രേ ഉള്ളൂ. ഓരോ സിനിമയും ഞാനിപ്പോൾ അങ്ങനെയാണ് അതിനെ കാണാൻ അറ്റ് എ ടൈമേ ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റ് ലുക്ക് മുതൽ അതിൻ്റെ ട്രെയിലർ, ടീസർ, സെക്കൻഡ് ലുക്ക്,
തേർഡ് ലുക്ക്, ഇൻ്റർവ്യൂസ് ഒക്കെ കാണുമ്പോൾ ഇന്നത്തെ പ്രേക്ഷകൻ തീരുമാനിക്കും അത് കാണണോ വേണ്ടോ. അതിൻ്റെ പ്രീവിയസ് ഹിറ്റോ അതിന് മുമ്പ് അയാൾക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്നോ, അയാൾ 100 സിനിമ എഴുതുന്നോ 200 സിനിമ എഴുതുന്നോ, അല്ലെങ്കിൽ ഒരു കാര്യമില്ല. അതങ്ങനെയാണ്. നമ്മളൊരു പ്രോഡക്റ്റ്, ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടി ഒരു പ്രോഡക്റ്റ് ഇറക്കുമ്പോൾ അതിൻ്റെ കവറ് നോക്കി അല്ലെങ്കിൽ അതിൻ്റെ ഒരു പരസ്യം നോക്കി നമ്മൾ ഡിസൈഡ് ചെയ്യും അത് കാണണോ വേണ്ടതെന്ന്. അപ്പം തുടരും എൻ്റെ എല്ലാ സിനിമയും ഞാൻ അങ്ങനെ, ഇപ്പോൾ ഓപ്പറേഷൻ ജാവ ആരുമില്ലാത്തൊരു ആക്ടർ അതങ്ങനെ മാർക്കറ്റ് ചെയ്ത് കൊണ്ടുവന്നതാണ്. അതിൻ്റെ ഫസ്റ്റ് ലുക്ക് മുതൽ ആളുകൾക്ക് എല്ലാവർക്കും ആ പോസ്റ്റേഴ്സ് അറിയാം, വിങ്ങറിൽ ചാരി നിൽക്കുന്ന ആളുകളെ അറിയാം. പിന്നെ അല്ലാണ്ട് അതിനപ്പോൾ ഒരു നല്ല ട്രെയിലർ ഉണ്ടായിരുന്നു. ട്രെയിലർ കണ്ടപ്പോഴാണ് ഈ സിനിമ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രോജക്റ്റിനെ കാണാൻ പാടുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. സൗദി വന്നപ്പോൾ ഇതൊന്നുമല്ല. സൗദി വന്നപ്പം വേറൊരു കൈൻഡ് ഓഫ് പോസ്റ്റർ ഡിസൈനും വേറൊരു കളർ പാലറ്റും വേറെ കൈൻഡ് ഓഫ് ആക്ടേഴ്സും വേറൊരു സൗണ്ട് സ്കേപ്പും മൊത്തത്തിൽ വേറൊരു മീറ്ററിൽ നിന്ന് ചെയ്യുന്ന സിനിമ. അതങ്ങനെ അല്ലാണ്ട് ഓപ്പറേഷൻ ജാവ ചെയ്ത തരുൺമൂർത്തി ഓപ്പറേഷൻ ജാവ പോലെ തന്നെ സൗദി വെള്ളത്തിൽ എടുക്കണമെന്ന് പറയുന്നതിൻ്റെ അകത്ത് യാതൊരു ലോജിക്ക് ഞാനും പറയാൻ പാടില്ല, പ്രേക്ഷകനും പറയാൻ പാടില്ല. ഓക്കെ, അത് കഴിഞ്ഞ് തുടരും ചെയ്തു. അങ്ങനെ തുടരുമിൻ്റെ ഫസ്റ്റ് ലുക്ക് മുതൽ ആളുകൾക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ആ കോമ്പിനേഷൻ L360 എന്ന് പറഞ്ഞൊരു ഇത് വന്നത് മുതൽ എനിക്ക് ഒരു പുതിയ ന്യൂ ജനറേഷനിലൊരു പുതിയ ഡയറക്ടറും ഏറ്റവും ലെജൻഡറി ആയിട്ടുള്ള മലയാള ആക്ടറും കൂടി ജോയിൻ ചെയ്യുന്നതിൻ്റെ ഒരു സുഖം ആളുകൾക്കുണ്ടായിരുന്നു. തുടരും എന്നുള്ള പേര്, മോഹൻലാൽ ശോഭന എന്നുള്ള കോമ്പിനേഷൻ. അപ്പോൾ ഒരു പകുതി മാർക്കറ്റിങ് നമ്മൾ അവിടെ ചെയ്ത് കഴിഞ്ഞു. ദെൻ ആ മൈൻഡ് സെറ്റിലാണ് ആ സിനിമ കാണാൻ വരുന്നത്. അത് കണ്ടു, കൈയടിച്ചു, ഇറങ്ങി. ഇനിയിപ്പം ടൊർപ്പടോ അനൗൺസ് ചെയ്യുമ്പം തുടരും പോലെ ലാലേട്ടനെ പോലെ പകുതി മുണ്ടെടുത്ത് നടക്കുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല. തുടരും ടൊർപ്പടോ വേറൊരു ജോണറാണ്, വേറൊരു കളർ സ്കീമാണ്, വേറൊരു സൗണ്ടിങ് ആണ്. കുറച്ചും കൂടി ഒരു കൈൻഡ് ഓഫ് ത്രില്ലർ ജോണർ പടം എന്ന് വെച്ചാൽ സൈക്കോ ത്രില്ലർ ഒന്നുമല്ല. ഒരു ബാംഗ്ലൂരിൽ നടക്കുന്ന ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടൊരു സ്റ്റോറിയാണ്. ഇൻവെസ്റ്റിഗേഷനും ഫ്രണ്ട്ഷിപ്പും ഇമോഷൻസും ഒക്കെ ഉള്ളൊരു സിനിമയാണ്. പക്ഷേ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള സിനിമകളായിട്ടൊന്നും ആരും കാണേണ്ട കാര്യമില്ല. അതിപ്പോൾ ഇതിനു മുമ്പ് ചെയ്തിരിക്കുന്ന സിനിമകളുടെ ബാധ്യതയായിട്ടും അല്ല ഞാൻ ആ സിനിമ ചെയ്യുന്നത്. അത് ടോട്ടലി നിങ്ങൾ അതിൻ്റെ ഫസ്റ്റ് ലുക്ക് കാണുക, ട്രെയിലർ കാണുക, ടീസർ കാണുക, അതിൻ്റെ ബാക്കി പ്രൊമോഷൻസ് ഇൻ്റർവ്യൂവിലൊക്കെ ആളുകൾ പറയുന്നതിനെ കൃത്യമായിട്ട് കേൾക്കുക, അനലൈസ് ചെയ്യുക, എന്നിട്ട് തീരുമാനിക്കുക ഇത് കാണണമോ വേണ്ടതെന്ന്. എന്നിട്ട് കണ്ടിട്ട് അല്ലാണ്ട് തുടരും ചെയ്തു അയാൾ ഇത്രയും ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ കൊണ്ട് അയാളുടെ പേരിന് ഇത്ര വാല്യൂ ഉണ്ട് ഒന്നുമില്ല. അങ്ങനെ ഇന്നത്തെ കാലത്ത് സിനിമയില്ല. എല്ലാ അറ്റ് എ ടൈമേ ആളുകൾ അങ്ങനെ ആയി തുടങ്ങി. നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നു, ഇങ്ങനെ ബ്രാൻഡ് നെയിം വെച്ചിട്ട് ഇങ്ങനെ. പക്ഷെ ഇന്ന് അതില്ല. എന്റെ ഫാമിലിയിൽ ഉൾപ്പെടെ ഞാൻ ഇന്ന് തരുൺമൂർത്തിയുടെ ഇന്റർവ്യൂ ആണ് എടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോഴേക്ക് തുടരും ഡയറക്ടർ അല്ലേ, അതെ, എന്താ ചോദിക്കാൻ പോകുന്നത്, അതിനെപ്പറ്റി കുറെ ഇന്റർവ്യൂ വന്നല്ലോ. ഞാൻ പറഞ്ഞില്ല, പുതിയ പ്രോജക്റ്റ് അതൊക്കെ വെച്ചിട്ട് ചോദിക്കാനാണ്. അടുത്ത എന്താ ചോദിക്കണേ? എന്റെ ആറ്റിറ്റ്യൂഡാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അതിനെ അങ്ങനെയാണ് കാണാൻ ആഗ്രഹം. വൺ അറ്റ് എ ടൈം. ഞാൻ പറഞ്ഞത് ഇപ്പൊ ഈ സിനിമ, ഈ സക്സസ്, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഈ പറയുന്ന അതെനിക്ക് നമുക്ക് രസമുള്ളതാണ് കേൾക്കാനും നമുക്കത് ആസ്വദിക്കാൻ പറ്റും. പക്ഷേ നാളെ ഒരു സിനിമ ഈ എക്സ്പെക്ടേഷനിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ആൾക്കാർ മറക്കൂലേ? മനസ്സിലായി, ഇത് മറക്കും. അപ്പം ഞാനത് വൺ അറ്റ് എ ടൈം കണ്ടാൽ മതിയെന്ന്. ഞാൻ ചെയ്യുന്ന ഓരോ സാധനം ഓരോ ഇതായിട്ട് കണ്ടാൽ മതി. അല്ലാണ്ട് അതിൻ്റെ മുൻപ് ചെയ്തതോ ഇതൊന്നും ഒരു ബാധ്യതയായിട്ട് കൊണ്ടു നടക്കാൻ ഞാനും ആഗ്രഹിക്കുന്നില്ല, നിങ്ങളും ആഗ്രഹിക്കരുത് പ്ലീസ് എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. പക്ഷേ ചേട്ടാ, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അതിൻ്റെ എമ്പുരാൻ്റെ പോസ്റ്ററൊക്കെ വന്നതിന് ശേഷമാണ് ചേട്ടൻ ഒരു പോസ്റ്റ് വരുന്നത്. നമ്മുടെ സ്പ്ലെൻഡർ ബൈക്കിൽ ഈ സ്പ്ലെൻഡറും കൊണ്ടാണ് വരാൻ പോകുന്നത്. അപ്പോൾ പോലും ഇൻക്ലൂഡിങ് അസ് നമ്മളെല്ലാം വിചാരിച്ചെന്ന് പറഞ്ഞാൽ ഇതൊരു സാധാരണ കുഞ്ഞു പടം, ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ കുഞ്ഞു പടം ആയിട്ടായിരിക്കും വരുന്നത്. പക്ഷേ തിയേറ്ററിൽ ഞാൻ FDFS കണ്ട് എനിക്കറിയാം. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വാട്സാപ്പ് ചാറ്റിൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് അയച്ചു, ചേട്ടാ ഇതൊന്നും അല്ലടോ പടം, ഫസ്റ്റ് ഹാഫ് വേറെ തീയാണെന്നുള്ളത്. സെക്കൻഡ് ഹാഫ് വേറെ രീതിയിൽ വന്നു. പക്ഷേ ഞാൻ പറഞ്ഞ നമുക്ക് ആ ജോ ബ്രേക്കിംഗ് സാധനം തരിക എന്നുള്ളത് നിങ്ങൾക്ക് തുടക്കം മുതലുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നു. ഇത് ഒരു സാധാ പടമായിട്ട് വിചാരിച്ചാൽ മതി, വന്ന് കഴിഞ്ഞിട്ട് ഞെട്ടിയാൽ മതി. അത് എല്ലാ സിനിമയുണ്ട് ബ്രദർ. അതായത് ഇപ്പം ഞാനത് ചിലപ്പം വട്ടൻ ചിന്തയൊക്കെ ആയിരിക്കും. ഞാൻ പറഞ്ഞ മൊത്തം ട്രോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ക്രിക്കറ്റ് കളിയിൽ പോലെ കണ്ടാൽ മതി. എൻ്റെ ഓപ്പോസിറ്റ് ടീം പ്രേക്ഷകനാണ്, എൻ്റെ ടീം സിനിമയാണ്. ഇത് നമ്മളെ തോപ്പിക്കണമെന്ന് പറഞ്ഞാണ് പ്രേക്ഷകൻ സിനിമ കാണാൻ വന്നിരിക്കുന്നത്. നീ എന്ത് കാണിച്ചാലും നീ ഞങ്ങളെ ഒന്ന് തോപ്പിക്കും, ഇതാണല്ലോ ഇപ്പോഴത്തെ ആറ്റിറ്റ്യൂഡ്. ഞാൻ പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് ആറ്റിറ്റ്യൂഡ്. അത് ഭയങ്കര ഹെൽത്തി ആയിട്ടൊരു ആറ്റിറ്റ്യൂഡാണ്. അപ്പം പ്രേക്ഷകൻ വന്നിരിക്കുന്ന സമയത്ത് എനിക്ക് ബാറ്റിംഗ് കിട്ടി. ഞാൻ ബാറ്റിംഗ് ഇറങ്ങുവാണ്. അതാണ് എൻ്റെ ഫസ്റ്റ് സിനിമയിൽ ഞാൻ കാണിക്കുന്നത്. അവൻ പ്രതീക്ഷിക്കുന്ന സമയത്ത് അവൻ എനിക്ക് വേണ്ടിയിട്ട് ഒരു ഫാസ്റ്റ് ബോളറൊക്കെ ഒരുക്കി വെച്ചേക്കുവാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാനൊരു ഭയങ്കര ആക്രമിച്ച് കളിക്കുന്ന വീരേന്ദ്ര സെവാഗിനെ പോലത്തെ ഒരാളെ കൊണ്ടൊന്ന് ബാറ്റ് ചെയ്യിച്ചു. അപ്പുറത്ത് ഞാൻ രാഹുൽ ദ്രാവിഡിനെ പോലത്തെ ഒരാളെ നിർത്തി. അവർ സെവാഗ് അടിക്കുന്നു, ദ്രാവിഡ് മുട്ടുന്നു. ഈ പ്രോസസ്സിൽ ഇവൻ്റെ പ്ലാനിങ് മൊത്തം തെറ്റി. ഞാൻ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ ഉരുൾപൊട്ടൽ
ഉരുൾപൊട്ടൽ. ഇപ്പം പ്രേക്ഷകൻ ഫീൽ ഗുഡ് പടം കാണാൻ വേണ്ടി വന്നിരുന്നപ്പോൾ വീരേന്ദ്ര സേവാങ് ഒരു ഓവർ 6 6 അങ്ങോട്ട് അടിക്കുവാണ്. പിന്നെ അവിടെ ഇരുന്നൊരു 10 മിനിറ്റ് സേവാങ് എന്നെ ഇപ്പം കാണിച്ചു. ഇത് എനിക്കറിയില്ല, ഞാൻ എന്നെ കാണുന്ന പെർസ്പെക്റ്റീവ് ഇങ്ങനെയാണ്. ദെൻ അത് കഴിഞ്ഞ് ഞാൻ ദ്രാവിഡിനോട് പറഞ്ഞു, ദ്രാവിഡ് 3 ഓവർ നീ മുട്ടിക്കോ. അപ്പം പ്രേക്ഷകൻ ഉണ്ടാവും, എന്നാലും സേവാഗ് എന്താ അടിച്ചേ, സേവാഗ് എന്തടിയാ അടിച്ചിട്ട് പോയേ എന്ന് പറഞ്ഞ് നിൽക്കുന്നത്. ദ്രാവിഡ് ഒരു 3 ഓവർ മുട്ടി നിന്നത് പ്രേക്ഷകനങ്ങ് മറന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പിഞ്ചീറ്ററായിട്ട് ഒരാളെ കൊണ്ടുവന്ന് ഇറക്കി. ഇപ്പോൾ ഇർഫാൻ പത്താം വന്നിട്ട് അടിക്കുന്നു. ഞാൻ പറഞ്ഞു ഇതാണ് എൻ്റെ ആളുകൾ എക്സ്പെക്റ്റ് ചെയ്യണ കൊടുക്കാണ്ട് അവർക്ക് കുറച്ച് സർപ്രൈസ് എലിമെൻറ്റുകൾ വെച്ച് അവർ സ്പിൻ വരുന്ന സമയത്ത് നമ്മൾ ഫേസ് ബോളിങ് കൊടുത്ത് അവർ ഫേസ് ബോളിങ് വരുന്ന സമയത്ത് സ്പിന്നറിനെ യൂസ് ചെയ്ത് ആളുകളുമായിട്ടൊരു ഗെയിം കളിക്കുവാണിത്. ഞാൻ അതിനെ അങ്ങനെ കണ്ടാൽ അല്ലെ അങ്ങനെ കാണാനേ പറ്റുള്ളൂ. അപ്പം അതെന്ന് ഞാൻ ആദ്യം പോലെ തന്നെ അങ്ങനെ തന്നെ ചെയ്യണം. ഇപ്പോൾ സൗദി വെള്ളക്കയിൽ ഉമ്മ എന്ന് പറഞ്ഞ ആൾക്കാർ തിയേറ്ററിലാണ് കാണുന്നത്. ഉമ്മേനെ തിയേറ്ററിലും ട്രെയിലറിൽ അത് കാണിച്ചാലും ഒന്നും സംഭവിക്കില്ല. പക്ഷെ ഒരു സിനിമയായിട്ട് നമ്മളെ ആളുകളെ ഫ്രഷായിട്ട് കൊടുക്കും. ഇത് ഏതാണ് ഈ സ്ത്രീ, ഇവർക്ക് ആക്കിയപ്പോൾ വന്ന് ജോർജ് സാർ, ഒരാളും ട്രെയിലറിലോ ടീച്ചറോ കണ്ടില്ല. പക്ഷേ ജോർജ് സാറിനെ അങ്ങനെ കാണിച്ചാലേ ജോർജ് സാർ വർക്കൗട്ട് ആവുള്ളൂ. അതൊരു മിസ്റ്ററി സ്പിന്നറാണ്. മറ്റേ നമ്മളെ ഏഷ്യ കപ്പിൻ്റെ ഇന്ത്യ കപ്പടിക്കുന്ന മെൻഡിസിനെ കൊണ്ട് നിറക്കി 6 വിക്കറ്റ് എടുത്ത പോലെ ജോർജ് സാറിനെ കൊണ്ടുവന്ന് പട്ടപ്പെട്ട വിക്കറ്റ് എടുത്ത് പതറിപ്പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗെയിം ഉണ്ടെങ്കിലേ നമുക്കിന്ന് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയിപ്പം ഞാനിതൊക്കെ പറഞ്ഞുകൊണ്ട് അടുത്ത സിനിമ കാണാൻ വേണ്ടി വരുമ്പോൾ ഇവനെപ്പം വീരേന്ദ്ര സേവനെ കൊണ്ട് നടക്കും, ഒരു മെൻഡിസിനെ കൊണ്ട് നടക്കും. അപ്പോൾ അത് ബ്രേക്ക് ചെയ്യാൻ ഞാൻ ചലഞ്ച് ചെയ്യണം. അവർ ചിന്തിക്കുന്ന മെൻഡിസ് വരുന്ന പറയുമ്പോൾ ഞാൻ വേറെ ആളെ കൊണ്ട് നടക്കണം. ഈ പ്രോസസ്സ് നീളുന്നതനുസരിച്ചിട്ട് ഇവിടെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. ഇതാ പറഞ്ഞത് മണ്ടത്തരമാണെങ്കിലും ക്ഷമിച്ചാണ് ഞാൻ എൻ്റെ ആറ്റിറ്റ്യൂഡ്. അല്ല ചേട്ടാ, മണ്ടത്തരം ആയതുകൊണ്ട് ഞാൻ പറയണല്ല. ഇപ്പോൾ ടെംപ്ലേറ്റ് സിനിമകൾ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. ഇപ്പം നമ്മളിപ്പോൾ സൂപ്പർ സ്റ്റാർസ് ഇറക്കിയ പോലെ സൂപ്പർ ഡയറക്ടേഴ്സ് അവരുടെ ടെംപ്ലേറ്റ് ശൈലിയുണ്ട്. അവരിതുപോലെ വീരേന്ദ്ര സേവനെ ഇറക്കി 6 അടിക്കുക അല്ലെങ്കിൽ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന ഈ ഒരു മോഡൽ ടെംപ്ലേറ്റ് ഉണ്ട്. അത് കാണാൻ വേണ്ടി തിയേറ്ററിലേക്ക് വരുന്നവരുണ്ട്. അതിന് ചിലപ്പോൾ ഗോൾഡൻ ഡക്കൊക്കെ ആയി പോകും കേട്ടോ. സേവാഗിനെ കൊണ്ടുവന്ന് ഇറക്കി സേവാഗിനെ കൊണ്ടുവന്ന് ഇറക്കി ഇപ്പം 6 or 6 ആണെങ്കിൽ നേരെ വന്നിട്ട് നമ്മൾ ചില ആളുകളൊരിക്കലും ക്ലീൻ ബ്ലൗഡായി. പക്ഷേ ജയിക്കാൻ വേണ്ടി നമ്മൾ വേറെ ശ്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കും. അതങ്ങനെയാണ്. ഇപ്പം ചിലപ്പോൾ നമ്മൾ MS പോലത്തെ ഒരാളെ കൊണ്ടുവന്ന് ത്രൂ ഔട്ട് തുഴഞ്ഞ് നിർത്തിയിട്ട് ലാസ്റ്റ് ഓവറിൽ കൊണ്ടുവന്ന് കളി ജയിപ്പിക്കുന്ന പരിപാടികളൊക്കെ ഉണ്ടാവും. ഞാൻ ആ ഒരു സ്പോർട്സിൻ്റെ രീതിയിലാണ് ആർട്ട് സിനിമകളെ എത്തിക്കാൻ എപ്പോഴും ശ്രമിക്കാറ്. വൈകുന്നേരമാണ്, നല്ല മഴയുണ്ട് ഇവിടെ, കാലാവസ്ഥയും കുറച്ച് പ്രശ്നമാണ്. ഇപ്പോൾ തരഞ്ചേട്ടൻ പ്യൂപ്പയുടെ വേറൊരു ബ്രേക്കും കഴിഞ്ഞിട്ട് തിരിച്ചു വരികയാണ്. അപ്പോൾ വരുന്നതോട് കൂടെ തന്നെ എനിക്ക് വേറൊരു അധ്യയം കൂടെ തന്നിട്ടുണ്ട്. അച്ഛനെയും കൂടെ കൊണ്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ തരഞ്ചേട്ട ഒരു പ്രതികാരം എന്നുള്ള രീതിയിലാണ് സിനിമാ ലോകം കണ്ടിട്ടുള്ളത്. അതായത് നമ്മൾ കുറേ റൈറ്റപ്സ് ഒക്കെ കണ്ടിട്ടുണ്ട്. അച്ഛനെ സിനിമയിലോട്ട് വീണ്ടും കൊണ്ടുവന്ന് ഒരു ചെറിയൊരു മധുര പ്രതികാരം എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു റൈറ്റപ്പിലായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളൂ. അപ്പം പ്യൂപ്പ സെഷനിൽ നിങ്ങളുടെ കോർഡിനേഷനൊക്കെ എങ്ങനെയാണ്? അതായത് ഞാൻ കണ്ടു അവിടെ നിന്ന് എല്ലാ ടീമിനെയും കോർഡിനേറ്റ് ചെയ്യാനുള്ള ഫയർ കണ്ടു എൻ്റെ കൂട്ടത്തിൽ ഞാൻ ചോദിക്കുന്നു. കോർഡിനേഷൻ എന്നല്ല, അത് ഒന്നാമതൊരു സംതൃപ്തി, സന്തോഷം അങ്ങനെയൊക്കെ ഉണ്ട്. ഒരു വലിയൊരു ഗ്രൂപ്പുമായിട്ട് 2 ദിവസം മിങ്കിൾ ചെയ്യുക, അവർക്ക് എന്താണ് വേണ്ട അങ്ങനെയാണല്ലോ നമ്മളെ സമീപിക്കുന്നത്. അവരുടെ 100 സംശയങ്ങളാണ് അവർക്ക്. അപ്പം അതിനൊക്കെ എൻ്റെ അറിവിൽപ്പെട്ട മറുപടികൾ കൊടുക്കുന്നതിൽ അവർ സംതൃപ്തരാണ്. അപ്പം ഞാൻ തന്നെ ഇതാണോ ഇവർ പ്രതീക്ഷിക്കുക, അപ്പോഴാണ് എന്നിൽ കൂടുതൽ സന്തോഷം. പിന്നെ ഈ സിനിമയിലെ സ്വാധീനം സമൂഹത്തിൽ വളരെ വലുതാണ്. ആ സിനിമയുടെ ആ ചിന്തകളാണ് മനുഷ്യനെ പ്യൂപ്പയിലേക്ക് ക്ഷണിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ മൈൻഡ് എത്താനുള്ളൊരു കാരണം. അങ്ങനെ വരുന്നതിന് ഇവിടെ ഞങ്ങൾ പക്ഷേ അങ്ങനെ സിനിമയുടെ അതല്ല കാണുന്നത്. ഞങ്ങൾക്ക് ലേബൽ, ഇപ്പോൾ തരുൺമൂർത്തി എന്ന ലേബലാണ് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നത്. പക്ഷേ ഞങ്ങളതിനെ ആ ലേബൽ വെച്ച് അതുകൊണ്ട് പണം സമ്പാദിക്കാനോ അല്ല അതൊരു വലിയ മാർക്കറ്റിങ്ങോ അല്ല. ഒരു വലിയ സമൂഹത്തിന് എന്താണ് ചെയ്യേണ്ടത്, അങ്ങനെ മുഴുവൻ മനുഷ്യരും താൻ ഒരു എയിമിലുണ്ടെങ്കിൽ അതിലേക്ക് എത്തപ്പെടാൻ കഴിയാത്തവർക്ക് പരിധി നടക്കുന്നവരാണ്. അവർക്കൊരു ആശ്രയം എന്നുള്ള രീതിയാണ് ഇവിടെ വന്നു കഴിയുമ്പോഴാണ് അവരത് മനസ്സിലാക്കുന്നത്. അതിലവർ വിജയിക്കുന്നുണ്ട്. പലർക്കും അത് പ്യൂപ്പ സക്സസ് ആകുന്നത് അവർ ഓരോ മേഖലയിൽ ചെന്ന് ഞങ്ങളെ അറിയിക്കും, ഞങ്ങൾ ഇന്ന പോലെ എത്തി, അല്ലെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നല്ല മനുഷ്യരാകാൻ കഴിഞ്ഞു, വീടുകളിൽ സുഹൃത്തുക്കളോട് സ്ഥാപനങ്ങളിലൊക്കെ ഇന്നലെ വരെ അല്ലാത്ത ഒരാളാകാൻ എനിക്ക് കഴിഞ്ഞു എന്ന് പറയുന്നതാണ് പ്യൂപ്പയുടെ വിജയം. അപ്പോൾ അത് കേരളത്തിൽ എന്തോരം അഭിനയ പരിശീലന കളരികൾ, വർക്ക്ഷോപ്പ് എല്ലാം നടക്കുന്നില്ല. പക്ഷേ അവിടെയൊക്കെ പങ്കെടുക്കുന്നതിനേക്കാൾ ഉപരി ഇങ്ങനത്തെ ഒരു ഫീഡ്ബാക്ക് ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്.
അതാണ് ഫ്യൂപ്പ. അതോടൊപ്പം തന്നെ എനിക്ക് കഴിഞ്ഞ മാസം നമ്മുടെ രാഷ്ട്രപതി ഭവനിലൊരു സ്വീകരണം കിട്ടുന്നൊരു ഒരു വാർത്തയുണ്ട്. ഈ വാർത്ത ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഷോക്കായി പോയി. ഇത് വീണ്ടും ലിങ്ക് തുറന്നിട്ട് ഇത് ഞാൻ ഉറപ്പ് വെച്ചിട്ട് എന്തുകൊണ്ടാണ് ഷോക്ക് ചെയ്തതിനോട് ചോദിക്കരുത്. പക്ഷെ അങ്ങനെ നമുക്ക് കേട്ട രീതിയിലൊരു സംഭവം കാണുമ്പോഴേക്കും നമുക്ക് ഉണ്ടാകുന്ന ഒരു ഷോക്കാണ്. നോക്കി കാണുന്നത് ഞങ്ങളും ഷോക്കാണ്. അത് അങ്ങനെ ഒരു അതായത് വൈക്കത്തു നിന്നാണ് ആദ്യം ഒരു പോസ്റ്റ്മാൻ വീട്ടിൽ വരുന്നത്. തരുൺ ഇവിടെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ നമുക്കറിയില്ല എന്താ പോസ്റ്റ്മാൻ വന്ന് തരുണുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞ അഡ്രസ്സ് അത് രജിസ്ട്രേഷൻ അതറിയാം എന്നൊക്കെ പറഞ്ഞു. അതല്ല എന്ന് പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞ എറണാകുളത്താണ് താമസിക്കുന്നത്. എന്നിട്ട് ഈ പോസ്റ്റ്മാൻ ഗേറ്റിൽ അവിടെ വരെ എത്തി. എന്നിട്ട് അത് ആരെയൊക്കെ ഫോൺ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവർ വീണ്ടും തിരിച്ചു വരുന്നു. തരുണിൻ്റെ ഫോൺ നമ്പർ ഒന്ന് തരുമോ എന്ന് ചോദിച്ചു. നമ്പർ കൊടുത്തു. ഞാൻ ചോദിച്ചു എന്തിനാ? അല്ല അതെന്തോ ഒരു ലെറ്റർ നേരിട്ട് കൊടുക്കേണ്ടതാണ് എന്ന് അത്ര ആരെടിക്ക് അറിയാവുള്ളൂ. നേരിട്ട് അപ്പോൾ ഇതിന് എന്ത് നേരിട്ട് കൊടുക്കേണ്ട വക്കീൽ നോട്ടീസാണ് എന്താ പ്രശ്നം? ഇത് രജിസ്റ്റേർഡ് വരുന്നത്. അപ്പോൾ നമ്മൾ അത് വിട്ട് ആ ലേഡി അങ്ങ് പോവുകയും ചെയ്തു. പിറ്റേ ദിവസമാണ് എറണാകുളത്ത് പിന്നെ ഡിസ്ട്രിക്ട് പോസ്റ്റ് ഓഫീസർ അല്ലേ, ഡിസ്ട്രിക്ട് പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഒരു ഓഫീസർ വിളിച്ചിട്ട് ഭയങ്കര ടെൻഷൻ അടിച്ച്, സാർ PM-ന്റെ ഓഫീസിൽ നിന്ന് ലെറ്റർ വന്നിട്ടുണ്ട്. ഇത് ഞങ്ങൾക്ക് എയർപോർട്ടിൽ നിന്ന് ഡയറക്റ്റ് വന്നിരിക്കുന്നതാണ്. പക്ഷെ സാറിനെ കണ്ട് ഇത് കുറെ ഓഫീസേഴ്സ് വന്ന് കയറി ഒരുമിച്ച് ഒരു വലിയ പ്രോസസ്സിലാണ് സാറിന് ഇത് തരേണ്ടത്. അപ്പോൾ എനിക്കും ഇത് ഞാനപ്പം ഭരതൻ അവാർഡ് മേടിക്കാനായിട്ട് തൃശ്ശൂർക്ക് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവർ ടെൻഷൻ അടിച്ചു. അപ്പം ഓരോ 5 മിനിറ്റിനും കോൾ വന്നുകൊണ്ടിരിക്കുക. ദൂരദർശനിൽ നിന്ന് വിളി വരുന്നു, പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വിളി വരുന്നു, സംതിങ് സ്പെഷ്യൽ. ഞാനോടത്ത് എന്താണ് അയ്യോ ഇത്. അപ്പം ഞാൻ ഉടനെ ഇനിയിപ്പം നമുക്കറിയാവുന്ന സന്ദീപേട്ടനെ വിളിച്ചു. സന്ദീപേട്ടൻ എന്താണ് ഇങ്ങനെ നാഷണൽ കാറ്റഗറിയിൽ നിന്ന് ഇങ്ങനെ വിളിക്കുന്നു പുള്ളിക്ക് സന്ദീപേട്ടൻ പറഞ്ഞു എനിക്കറിയില്ല, അങ്ങനെ വിളിക്കുന്ന സാഹചര്യം ഇപ്പം ഇല്ല എന്ന് പറഞ്ഞു. അപ്പം PM-ന്റെ ഓഫീസ് അറിയില്ല തരണേ, എന്തായാലും വരട്ടെ നമുക്ക് കിട്ടുന്ന ഭാഗ്യമല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവസാനം അതിന്റെ അടുത്ത ദിവസം ഒരു വലിയ പട ഈ പറഞ്ഞ പോസ്റ്റ് ഓഫീസിൽ നിന്ന് 5-6 ആളുകൾ, ദൂരദർശനിൽ നിന്ന് 5-6 ആളുകൾ, ഒരു പോലീസ്. അപ്പം ഞാനൊക്കെ നിൽക്കുന്ന ഫ്ലാറ്റിലെ ആളുകൾക്ക് ഞെട്ടുവാണ്. അത്രയും വണ്ടികളാണ് വന്ന് വീട്ടിൽ നിന്ന് നിൽക്കുന്നത്. ഒരു വീട്ടിലേക്ക് വന്ന് കയറി ഇവർ ഓഫീസ് റൂം തുറന്ന് ഇവര് ദൂരദർശന്റെ ആളുകൾ വന്ന് ഷൂട്ട് ചെയ്ത് ഒരു ഫോർമാലിറ്റി പോലെ ഒരു ഓഫീസർ വന്ന് നിന്ന് സല്യൂട്ട് അടിച്ച് ഈ പറയുന്ന പോലെ ആ പത്രം തുറന്ന് അത് വായിക്കുവാണ്, ഇതാണ് സംഭവം എന്നുള്ളത്. അങ്ങനെ വായിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ അതിന് റിപ്ലൈ സ്പീച്ച് കൊടുത്ത് അത് ഷൂട്ട് ചെയ്ത് അത് PM-ന്റെ ഓഫീസിലേക്കും പ്രസിഡന്റ് ഓഫീസിലേക്കും അയച്ചു കൊടുത്ത് പിന്നെ ദൂരദർശൻ അത് ടെലികാസ്റ്റ് ചെയ്യാൻ വേണ്ടി ഷൂട്ട് ചെയ്തെടുത്ത് അങ്ങനെ ഒരു വലിയ രസമുള്ളൊരു ബോക്സാണ് തുറന്ന് ഒരു രാജസ്ഥാനിയിൽ ഏതോ ഒരു ഗ്രാമത്തിലെ കുറെ ആളുകൾ ചെയ്തിരിക്കുന്ന ഒരു ബോക്സാണ്. അത് തുറക്കുമ്പോൾ ഒരു ഇന്ത്യൻ ഗവൺമെന്റിന്റെ സീൽ അടിച്ചിട്ടുള്ള പ്രസിഡന്റിന്റെ സൈനോട് കൂടിയിട്ടുള്ള ഒരു ലെറ്റർ ഞങ്ങൾ അറ്റ് ഹോം റിസപ്ഷനിലേക്ക് സ്വാഗതം. അപ്പൊ എനിക്കിത് ഫസ്റ്റ് ഞാനിതിനു മുമ്പ് കേട്ടിട്ടില്ല. അപ്പൊ അങ്ങനെ പ്രസിഡന്റിന്റെ അതിഥിയായിട്ട് പോകാൻ അപ്പൊ എനിക്ക് എന്താണ് നാഷണൽ അവാർഡ് കിട്ടിയതിന്റെ ആഫ്റ്റർ എഫക്ട്സ് ആണോ അതോ ഇവൻ തുടരും ഒരു നാഷണൽ ലെവൽ റെക്കഗ്നേഷൻ ഈ ഒരു ഹിറ്റ് എന്നുള്ള രീതിയിൽ അറിഞ്ഞതിന്റെ ഇതാണോ എന്നൊക്കെ അറിയില്ല. അപ്പൊ ഞാൻ അപ്പോൾ ഓൺ ടൈമിൽ ഇപ്പം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സിനിമാ ഫീൽഡിൽ നിന്ന് അറിയുന്ന ഒരാളെന്നുള്ള ലേബലിൽ പിന്നെ നാഷണൽ അവാർഡും കൂടി വാങ്ങിയ ആളെന്നുള്ള ലേബലിലാണ് ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്നത്. ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കും അപ്പോൾ അത് എൻ്റെ ലൈഫിലെ ഒരു വലിയ ഭാഗ്യമായിട്ട് കാണും. കാരണം PM ഉണ്ടായിരുന്നു അന്ന്. PM-ന്റെ ഫോട്ടോ ഒന്നും പുറത്തു വന്നിട്ടില്ല. പക്ഷേ പ്രസിഡന്റും PM-ഉം ഒരുമിച്ച് വന്ന് നമ്മളുടെ കയ്യിൽ ഒരു തൊഴുത് അല്ലെങ്കിൽ ഹായ് ബായ് എന്ന് പറഞ്ഞാൽ എന്തായാലും കൈസേഹോ എന്ന് ചോദിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ട് പോകുന്നു എന്ന് പറയുന്നത് ഭയങ്കര ഡ്രീമി. എന്താ പറയാ, ഞാൻ ഫാമിലി വൈസും ഒക്കെ ആക്ച്വലി എനിക്ക് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ കാരണം ഞാൻ വീട് മാറുന്നൊരു സമയമാണ്. അപ്പൊ എനിക്ക് ആക്ച്വലി ഫുൾ ഫാമിലിനെ വിളിച്ചുകൊണ്ട് വന്ന് അവരുടെ എല്ലാ ചെലവും ഗവൺമെന്റ് നോക്കി രാഷ്ട്രപതി ഭവൻ മൊത്തം കാണിക്കാവുന്നൊരു ഡേയും കൂടി ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി അത് യൂസ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ പ്രസിഡന്റിനെ കണ്ട് അവർക്കൊപ്പം എല്ലാവർക്കും ഒപ്പം ഇരുന്ന് ഡിന്നർ കഴിച്ച് അന്നത്തെ രാത്രി 2 മണിക്കത്തെ ഫ്ലൈറ്റ് എടുത്ത് തിരിച്ചുകൊണ്ട് പോരേണ്ടി വന്നു. അപ്പൊ അത് മിസ്സിംഗ് ആണ്. പക്ഷെ പ്രഷ്യസ്, ലൈഫിലെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടൊരു മൊമെന്റ്. അതെ 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 അനുഭവമല്ലേ. വല്ലാത്തൊരു അനുഭവം. അല്ലാതെ ഈ പറഞ്ഞ ഇന്ത്യൻ പ്രസിഡന്റിന്റെ ഇൻവിറ്റേഷൻ കിട്ടുക എന്ന് പറയുന്നത്
ഒരു നാഷണൽ അവാർഡ്, വീണ്ടും ഒരു നാഷണൽ അവാർഡ് കൂടി കിട്ടുന്നതിന് തുല്യം പോലെയാണ് ഞാൻ കാണുന്നത്. സിനിമ സമ്മാനിച്ചതാണ്. അതെ അതെ അതെ. നമ്മള് ഒരു നാഷണൽ അവാർഡ് റെക്കഗ്നിഷന് വേണ്ടിയിട്ട് ഈ പടം സൗദികളിലേക്ക് പോകുന്നു. ഇതൊരു തുടരുമാവട്ടെ വേറൊരു കമേഴ്ഷ്യൽ രീതിയിലാണ് പോകുന്നത്. ഇപ്പൊ സംവിധായകൻ ക്ലാസിക്കും മാസും അതാണ് ഞാൻ ചോദിക്കാൻ വരുന്നത്. ഈ ചില രണ്ട് മഴങ്ങളൊന്നും നിർബന്ധമില്ലല്ലോ സംവിധായകർക്ക്. ചിലര് ഒരു ജോണർ മാത്രം പോകും, ഒരു ജോണർ മാത്രം പോകും. ഇതില് തരുണിന്റെ ടേക്ക് എങ്ങനെയാണ്? അല്ല, അതെന്താന്ന് വെച്ചാൽ ഞാൻ വാനപ്രസ്ഥവും പോയിരുന്ന് കണ്ട് എൻജോയ് ചെയ്യും, തെങ്കാശിപ്പട്ടണവും പോയി കണ്ടിരുന്ന് എൻജോയ് ചെയ്യും, സത്യൻ സാറിന്റെ പടവും പോയിരുന്ന് എൻജോയ് ചെയ്യും, പ്രിയം സാറിന്റെ പടവും പോയി. അത് നമുക്കറിയാം. എന്നെ അങ്ങനെ വളർത്തിയേക്കണേ. എന്നെ വാനപ്രസ്ഥം കാണിക്കാൻ വേണ്ടി ഞാനിപ്പോഴും ഷേണായിസിൽ പോകുന്ന സമയത്ത് 5 പേരേ ഉള്ളൂ. ഞാൻ വളരെ കുഞ്ഞാണ്. കേശവൻ നമ്പൂരി സാറുണ്ടെന്ന് അല്ലെ, അദ്ദേഹം സിനിമ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ 5-6 ആൾക്കാരേ ഉള്ളൂ ആ സിനിമ കാണാനായിട്ട് സമയത്ത്. ലാലേട്ടന്റെ പടമാണ് ഫസ്റ്റ് ഡേ. ലാൽസാറിന്റെ പടം കാണാൻ വേണ്ടി 5 ആളുകളേ ഉള്ളൂ അന്ന് ഷേണായിസിൽ. അതും അത് സെലിബ്രേഷൻ മൂവിയല്ല. എനിക്ക് കഥകൾ ഇഷ്ടമായതുകൊണ്ട്, ഞങ്ങളുടെ ഫാമിലിക്കൊക്കെ കഥകൾ ഇഷ്ടമായതുകൊണ്ടും വാനപ്രസ്ഥം കാണാൻ വേണ്ടി ഞങ്ങൾ കണ്ട് എനിക്ക് അത് വലിയ അനുഭവമായിരുന്നു. ഇതുപോലെ തന്നെ ദേശാടനം അങ്ങനെ തന്നെ കണ്ട സിനിമയാണ്. ഇങ്ങനെ ഒരുപാട് ഓടിയ സിനിമയാണ്. എന്നാലും അതെന്നെ കൊണ്ട് കാണിക്കാൻ നോക്കുന്നുണ്ട്. മൈഡിയർ കുടിച്ചാതെ കൊണ്ട് കാണിച്ചിട്ടുണ്ട്, തെങ്കാശിപ്പട്ടണം കാണിച്ചിട്ടുണ്ട്. അപ്പൊ അല്ലാണ്ട് ഞങ്ങൾ ഇത് മാത്രമേ കാണുള്ളൊന്നുമില്ല. അപ്പൊ ഞാൻ എന്റെ പ്രേക്ഷകനെ തൃപ്തിപ്പെടുത്താൻ ആ സിനിമ ചെയ്യണം. എനിക്ക് തിയേറ്ററിൽ പോയി ഞാൻ എൻജോയ് ചെയ്യാൻ പറ്റുമോ? എനിക്ക് സൗദി വെള്ളക്കെ ഞാൻ എൻജോയ് ചെയ്യുന്ന സിനിമയാണ്. സൗദി വെള്ളക്കെ കണ്ട് എൻജോയ്മെന്റ് എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് ഇമോഷണൽ കണക്ട് ആണ്. അത് ചിലപ്പം ചിരിയാവാം, ചിലപ്പോൾ സങ്കടമാവാം, ചിലപ്പോൾ ഫിയർ ആവാം, ചിലപ്പോൾ അത് നമുക്ക് വേറെ എന്തെങ്കിലും ഒരു റിവഞ്ച് ആവാം. ബട്ട് എന്നെ സൗദി വെള്ളക്കെ ഇപ്പോഴും എന്നെ മറ്റു സിനിമകളേക്കാൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന സിനിമയാണ്. കാരണം അതിന്റെ ഹ്യൂമറുകളായാലും, ബാക്ക് ഹ്യൂമർ ആയാലും, ലൈഫായാലും, അതിൻ്റെ അകത്ത് ജെന്യുവൻ ഇമോഷൻ ആയാലും എനിക്ക് ഭയങ്കര ടച്ചിങ് ആണ്. ഇപ്പോഴും അത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു സിനിമ ചെയ്തല്ലോ എന്നുള്ളൊരു വിശ്വാസക്കുറവ് എനിക്ക് എന്നോട് തന്നെയുള്ള സിനിമയാണ്. തുടരും ഡിഫറently നമുക്കറിയാം. ലാൽ സാർ എന്നുള്ളൊരു സ്റ്റാർ മെറ്റീരിയൽ നമ്മുടെ ഒപ്പമുണ്ട്. അതൊരു ഫോർമുല സിനിമയാണ്. അതൊരു വർഷങ്ങളായിട്ട് വിജയിക്കുക. ആകെ കൂടി 9 കഥകളെ ലോകത്തുള്ളൂ. 9 കഥ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടുന്നു എന്നുള്ളതാണ് സിനിമ. അതെങ്ങനെ അവതരിപ്പിക്കുന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് പഴയ കഥയാണെന്നൊക്കെ ആരെങ്കിലും പരാതി പറഞ്ഞാലും പഴയ കഥയാണ്. ഉറപ്പായിട്ടും ഇത് പഴയ കഥയാണ്. പക്ഷെ ആ പഴയ കഥേനെ നമ്മൾ പുതിയ രീതിയിൽ, ഏതൊക്കെയോ രീതിയിൽ പൊതിഞ്ഞ് മറ്റൊരു രീതിയിൽ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ നമുക്കുള്ള ചലഞ്ച്. അപ്പൊ അതിന് മ്യൂസിക്കലി പുതിയതാവണം, ടേക്കിങ്ങിൽ പുതിയതാവണം, വിഷൻ വൈസ് പുതിയതാവണം, ലൈറ്റിംഗ് വൈസ് പുതിയതാവണം. അങ്ങനെ 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 നമ്മുടെ ചിന്തകളിൽ അത് എത്രയോ ഒറ്റ റൗണ്ടിലൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല. നമ്മൾ എഴുതും, അച്ഛൻ വായിക്കും, വൈഫ് വായിക്കും, അസിസ്റ്റൻസ് വായിക്കും, തിരുത്തും, വായിക്കും, തിരുത്തും, ഡിസ്കസ് ചെയ്യും, ഇയാൾ എങ്ങനെ ഉണ്ടാവുന്നു. അങ്ങനെ ഇതൊരു ഫാമിലി പ്രോസസ്സാണ്. അതുകൊണ്ട് അപ്പം ഇവർക്കൊക്കെ കണക്ട്. എന്റെ അടുക്കയിൽ ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, ഈ സ്ക്രിപ്റ്റ് വായിച്ചതിന് ശേഷം അച്ഛൻ പറഞ്ഞു, എടാ ഇയാള് ഈ ഡെഡ് ബോഡിയും കൊണ്ട് പോകുന്നൊരു ഇതുണ്ട്, ഇത് അന്ന് രാത്രി ഉറങ്ങാൻ പറ്റിയ വായിച്ചിട്ട് ഉറങ്ങാൻ. എന്നോടല്ല, എന്റെ കൂടെ അസിസ്റ്റൻസ് അതെ ഭയങ്കര ഭാരം നെഞ്ചു, നമുക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പൊ ആ ഭാരം എഴുത്തിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു 70% ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഹാപ്പിയാണ്. അപ്പം അത് ചിലപ്പം പറയാൻ കുറച്ചും കൂടി അതിന്റെ പ്രോബ്ലം. ഇത് ഫീല് ഇപ്പൊ 9 നമ്മള് വൈക്കത്ത് ഇവര് സനു മോഹിത്തെല്ലാം വൈക്കത്തെ വീട്ടിലാണ് അസിസ്റ്റന്റുമാരാണ്. അപ്പൊ അവരെല്ലാം എന്റെ വീട്ടിലാണ്. എനിക്ക് അങ്ങനെ അസിസ്റ്റൻസ് ആണുള്ളത്. ആവിഷ്, സനു, മോഹിത്ത്, ബിനു പപ്പു, അങ്ങനെ 5-6 ആളുകളുണ്ട് എന്റെ കൂടെ. അപ്പൊ ഇവര് സിനിമയുടെ സൈറ്റിൽ അവിടെ വീടുകൾ എടുക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ഒപ്പമാണ്. അപ്പൊ അവര് അച്ഛ അമ്മ എന്ന് വിളിച്ച് ഞങ്ങളുടെ കൂടെ ഭക്ഷണം കഴിച്ചപ്പോ തരുണില്ലെങ്കിൽ അവര് അങ്ങനെ മിങ്കിളി. അപ്പൊ അവരാണ് ഇരുന്ന് എഴുതുന്ന തരുൺ അവിടെ നിന്ന് ഇടയ്ക്ക് വരുന്ന അങ്ങനെ. അപ്പൊ ഇതിന്റെ എല്ലാ പ്രോസസ്സിലും ഞാൻ പങ്കാളിയാണ്. അപ്പൊ നമുക്കിത് ചില ഇതില് എഴുതി വെച്ചിരിക്കുന്നത് ഇവര് തിരുവനന്തപുരത്ത് രഞ്ജിത്തിനൊക്കെ പോയി വരുമ്പോ മാറ്റും. ഞാൻ ഭയങ്കര പറയട്ടെ, ഞാൻ പറയാം അത് പറ്റില്ല, അത് പക്ഷെ പറ്റില്ല എന്ന് എനിക്ക് പറയുന്നതിന് മുടക്കൊന്നുമില്ല. ഇവരെല്ലാവരുമായിട്ട് ഇത്രയും നമ്മൾ ഇതിന്റെ ഓരോ സീനുകളും നമ്മളുടെ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്നതാണ്. കാരണം 8-9 മാസത്തോളം ഇത് തന്നെയല്ലേ പ്രോസസ്സിങ്. അപ്പൊ അതിന്റെ ഏറ്റവും സെഡ് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. അപ്പൊ അത് നമുക്ക് ഫീൽ ചെയ്യുന്ന ഉടനെ തന്നെ ഇവരോട് പറയും, കാരണം അത് മാറ്റരുത്, അതാണ് നമ്മുടെ മനസ്സിൽ അങ്ങനെ. പക്ഷെ സിനിമ ഏതാണ് തരുണിന്റെ അല്ലെങ്കിൽ നല്ല സിനിമ എന്ന് പറഞ്ഞാൽ ഞാൻ പറയും സൗദികളിലൊക്കെയാണ്. അത് അന്ന് തന്നെ പറയും. പക്ഷെ ഇതൊരു മാസ് മറ്റേത് ക്ലാസിക് സിനിമയാണ്. അപൂർവങ്ങളിൽ അപൂർവമായിട്ട് മാത്രം സംഭവിക്കുന്നതാണ് സൗദി. അതെ അതെന്നും അങ്ങനെ തന്നെ നിലനിൽക്കും. ഇതൊക്കെ സ്റ്റാർ പല ഘടകങ്ങളാണ് ഇതിൽ. അതിനുവേണ്ടി സൃഷ്ടിക്കപ്പെട്ട സിനിമ തുടരും. മറ്റേതൊരു കലാകാരന്റെ കാഴ്ചപ്പാട്. ഇതൊരു
ബിസിനസ് മൈൻഡിൽ ചെയ്തിരിക്കുന്ന രണ്ടും അത് രണ്ട് രണ്ടും തരം രണ്ട് നേർപ്പാണ്. തരമാണ്. രണ്ടും രണ്ട് പക്ഷെ തരം ഇതിനകത്ത് നേർപ്പാണ്. അങ്ങനെ ആണെങ്കിൽ പോലും തുടരുന്നതിൽ ഒരുപാട് ടച്ചിങ് ഇമോഷൻ. അതുകൊണ്ടാണ് അതങ്ങനെ ഇരിക്കുന്നത്. ഒരുപാട് സ്റ്റണ്ടോ മാസോ അങ്ങനെയൊക്കെ കാണിക്കാതെ തന്നെ ആൾക്കാരെ ഓരോ സീനിലൂടെ ഫോളോ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ ഇമോഷൻ വർക്ക് ചെയ്ത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരാൾക്ക് പോലും സിനിമ കണ്ടിരിക്കുമ്പോൾ തിയേറ്ററിൽ നിന്ന് കണ്ണു നനയാതെ ഇറങ്ങുന്നവർ വളരെ കുറവാണ്. കാരണം സ്വന്തം കഥ പോലെ ഇപ്പൊ പലരും വന്ന് പറയുന്നുണ്ട് ഇങ്ങനെ അത്രമാത്രം ഇപ്പൊ ഇവിടെ ഇത് റിപ്പീറ്റേഷനാണോ 4 പ്രാവശ്യം 5 പ്രാവശ്യം കണ്ടവരൊക്കെ ഉണ്ട് കൃത്യം. അപ്പൊ അവർക്ക് അപ്പൊ അതിന് അങ്ങനെ കാണിക്കാൻ അതുകൊണ്ടാണല്ലോ നമ്മള് തിയേറ്റർ റെസ്പോൺസ് നമ്മൾ കാണുന്നതല്ലേ അവൾക്ക്. അതെന്തുകൊണ്ടാണ് അങ്ങനെ എല്ലാ വിഭാഗം ജനങ്ങളും അല്ലേ തിയേറ്ററിലേക്ക്. ഒരു റീസൺ കൂടി ഉണ്ട്. അതായത് സിനിമയിൽ നമ്മൾ തിരക്കഥയിൽ ഒരു ഇമോഷൻ എഴുതി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനപ്പുറം മോഹൻലാൽ എന്ന് പറഞ്ഞ ഇമോഷൻ കൂടി ആളുകൾക്കുള്ളിൽ കിടക്കുന്നൊരു ലാലേട്ടൻ എന്ന് പറഞ്ഞ ഇമോഷൻ കൂടി അറിഞ്ഞോ അറിയാതെയോ തിയേറ്ററിൽ നിന്നുണ്ടായി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു കഥ ഉണ്ടാക്കി അതിലെഴുതി ലാൽ സാറിന് തിയേറ്ററുണ്ടാക്കി, ശോനാവനുണ്ടാക്കി, മകനെ ഉണ്ടാക്കി, മാളുണ്ടാക്കി, ജോർജിനുണ്ടാക്കി, ബെന്നിനുണ്ടാക്കി, അതൊരു കഥ പറഞ്ഞു. അതിൽ ഓഫ് കോഴ്സ് അതിനകത്ത് ഇമോഷൻസ് ഉണ്ട്, ക്ലീഷേഡ് ഇമോഷൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. എന്നാൽ പോലും ഇതിനൊക്കെ അപ്പുറത്തേക്ക് എന്താണ് ആ സിനിമയുടെ ഇത്രയേറെ സക്സസ് ആണുള്ള ഇമോഷൻ എന്ന് വെച്ചാൽ അത് മോഹൻലാൽ എന്ന് പറഞ്ഞ ഇമോഷനാണ്. അതിനകത്ത് ഞാനൊരു ക്രോസ് എടുക്കാം കൂടെ കേട്ടോ കൂടെ നിൽക്കണമെന്ന് പറയാം. കാരണം ഇപ്പൊ ലാലേട്ടൻ വന്നു എന്ന് വിചാരിച്ചു, ലാലേട്ടൻ പടത്തിലുണ്ട്. പക്ഷെ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ലാലേട്ടൻ അത് നമുക്ക് ആ ഒരു പ്രോസസ്സിൽ സ്ക്രീനിൽ വന്നില്ല എങ്കിൽ ചിലപ്പോൾ ആളുകൾക്ക് കണക്ട് അതിന് വലിയൊരു സംവിധാനം ഉണ്ട്. അതെ, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ലാലേട്ടനിലേക്കല്ല ചെന്നത്. ലാലേട്ടൻ ഇവിടെ അങ്ങനെ ഒരു പ്രോസസ്സാണ്. ലാലേട്ടൻ നമ്മളിലേക്ക് വന്നിട്ടുണ്ട്. സാധാരണ എല്ലാവരും ലാലേട്ടനിലേക്ക് ചെല്ലുകയാണ്. ഇവിടെ അതല്ല സംഭവിച്ചിരിക്കുന്നത്. ലാലേട്ടൻ കഥ കേട്ടപ്പോൾ തൊട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഓരോ സീനുകളിലിട്ട് അദ്ദേഹം നമ്മളിലേക്കാണ് വന്നത്, ഈ സംവിധായകനിലേക്കാണ് വന്നത്. അത് പുള്ളിയുടെ ബുദ്ധി ആണത്. പുള്ളി ആ ചിന്തകൾ അല്ലെങ്കിൽ അങ്ങനെ ആകണം പുള്ളിക്ക് ഈ ക്യാരക്ടർ. ഒരു പക്ഷേ ലാലേട്ടൻ നേരത്തെ തന്നെ ഇതിങ്ങനെ ഒരു ഹിറ്റാകും എന്ന് മനസ്സിൽ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ പാക്കപ്പ് ഇതിനുള്ള സംഭാഷണം ഇല്ലേ. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ പല സിനിമകളുടെ ക്യാമ്പുകളും വിട്ടുപിരിയുമ്പോൾ ഫീൽ ചെയ്യാറില്ല, പക്ഷെ എനിക്ക് ഇവിടെ വിട്ടു പോകുമ്പോൾ വല്ലാത്ത അതായത് പോകാൻ തോന്നുന്നില്ല എന്നാണ് പുള്ളി പറയുന്നത്. അത് ആ വാക്കുകളിലൊക്കെ അതിനകത്ത് ഒരു ആത്മാവല്ല, കള്ളത്തരമൊന്നും പറയുന്നില്ല. പോകാൻ അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അപ്പോൾ പുള്ളിക്ക് അത് അത്രയ്ക്ക് ഉള്ളില്ല. നമ്മളൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് അല്ലേ. അപ്പോൾ അത് അത്രയാകുമ്പോൾ ഈ സിനിമ ഇങ്ങനെ ആകുമെന്ന് 100% വിശ്വസിച്ചിരുന്ന ഒരാളാണ്. പിന്നെ പുള്ളി മാത്രമൊന്നുമല്ല, മേഖലയിലുള്ള പലരും, ഞാൻ യാദൃശ്യമായിട്ട് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഫഹദ് അവരുടെ കുടുംബം ഗൾഫിൽ പോയിട്ട് വരുന്നത്, ഞങ്ങൾ ഗൾഫിൽ പോകുന്ന ഒരേ ഫ്ലൈറ്റിൽ വന്നിറങ്ങിയപ്പോൾ ഫർദാനും ഞാൻ തമ്മിൽ സീനുള്ളതുകൊണ്ട് പെട്ടെന്ന് അവൻ അച്ഛന്ന് വിളിച്ച് അങ്ങനെ ഞങ്ങൾ പോയി സംസാരിച്ചപ്പോൾ ഈ ഫഹദ് എനിക്കറിയില്ല, നടനല്ല, എനിക്കൊരു മടിയൊക്കെ ഉണ്ട്. പക്ഷെ ആ മനുഷ്യൻ എൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് വളരെ 100 കോടിയാ 100 ഞാൻ ശ്രദ്ധിച്ചു 100 കോടി അടിക്കും ഉറപ്പ്. ഞാൻ ഉടനെ ഇങ്ങനെ നാക്കെന്ന് കാണിച്ചു പൊന്നായി. അപ്പൊ നസുഹ ചിരിച്ചപ്പോൾ ഫർദാൻ വന്നിട്ട് ചോദിച്ചു, അച്ഛൻ്റെ ഡബ്ബി. ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന് ഇവിടുന്ന് ചെന്നിട്ട് ഉടനെ അങ്ങോട്ട് പോകും. അപ്പോൾ നസുഹ ഡബ്ബൊക്കെ ചെയ്യുമോ? പിന്നെ എൻ്റെ അച്ഛനായിട്ട്, അപ്പോൾ പുള്ളിക്കാരത്തേക്ക് അറിയില്ല. അപ്പോൾ പറഞ്ഞു എൻ്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്നത് തച്ചേട്ടൻ്റെ അച്ഛനാണെന്ന്. എന്നിട്ട് പിന്നെ കൊണ്ടുപോയി ഫാസിൽ സാറും വൈഫും അപ്പോൾ വേറെ വീൽ ചെയറിലായിരുന്നുകൊണ്ട് വേറെ അവിടെ കൊണ്ടുപോയി പുള്ളിയൊക്കെ പരിചയം. അപ്പം അത് ലാൽ സാറിന് മാത്രമല്ല, സിനിമാ മേഖലയിൽ പലർക്കും ഇതിൻ്റെ കഥയും ഇതിൻ്റെ സീൻസും ഒക്കെ കണ്ടപ്പോൾ തന്നെ ഇത് ഇങ്ങനെ ഹിറ്റാകുമെന്ന് അവരുടെയൊക്കെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് ഫഹദ് അങ്ങനെ പറയാൻ കാര്യം. അത് ഒരു സീൻ ഫ്ലാഷ് ബാക്കില്ല, സീൻ 2 വേണം പറയാം. അതായത് ഇവിടെ നിന്ന് നേരെ കഴിഞ്ഞിട്ട് ഫഹദ് എൻ്റെ അടുക്കലൂടെ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ അച്ഛനെ കണ്ടിരുന്നു, ഞാൻ അച്ഛൻ്റെ കയ്യെ പിടിച്ച് പറഞ്ഞു 100 കോടി പടത്തിൽ അച്ഛനാന്ന് പറഞ്ഞു. 100 കോടി പടത്തിൽ അച്ഛനാന്ന് പറഞ്ഞു. അപ്പം അത് ഗീവ് ആൻഡ് ടേക്ക് ആണ്. അത് ഓടണം, അതങ്ങനെ ആകണം. പിന്നെ ലാലേട്ടൻ ഫഹദിനുമായിട്ടുള്ള മീറ്റിങ്ങൾ പടം നന്നായിട്ടുണ്ട്, അവർ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. എവിടെ പോയാലും ഞാൻ റിലീസ് ഡേറ്റ് മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു സിനിമയ്ക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞത്. അപ്പം നമ്മൾ മെന്റലി കുറച്ച് അപ്സെറ്റായി. കാരണം ഒരു എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ട് ഒരു ചെറിയൊരു പിന്നോട്ട് വലിഞ്ഞു നിന്നപ്പോഴത്തേക്ക് ആ ഫയർ പെട്ടെന്ന് അങ്ങോട്ട് തണുക്കുമല്ലോ. ആ സമയത്ത് ഈ പറയുന്ന കുറച്ച് ഓൺലൈൻകാരൊക്കെ എല്ലാ ഫാൻസ് ഒക്കെ വന്ന് കുറച്ച് ചീത്തവിളിയൊക്കെ തുടങ്ങിയപ്പോഴത്തേക്കും വീട്ടുകാർ അപ്സെറ്റായി, ഫാമിലി അപ്സെറ്റായി. കാരണം അവർ കാണുന്നുണ്ട് നമ്മുടെ ആ ഫയർ ഇതിന് വേണ്ടി ഇറങ്ങിത്തിരിക്കണത്. അങ്ങനെ ഒരു ദിവസം നിൽക്കുന്ന സമയത്ത് സിബി സാർ
ഞാനിവിടെ ഗോകുലം ഊട്ടുവരെയൊന്ന് ഭക്ഷണം കഴിച്ചാൽ നിങ്ങൾ സിബി സാറും വൈഫും കൂടി നിൽക്കുകയാണ്. ഞാൻ കഴിഞ്ഞ സിബി സാറിൻ്റെ ആയിട്ടൊരു പ്രോഗ്രാമാണ് സിബി സാറിന് പറഞ്ഞത്. സാർ അപ്പം ഉണ്ടോ എന്ന് പറഞ്ഞെങ്കിൽ തട്ടിയിട്ടുണ്ടോ? ഞാൻ സിനിമയെ പറ്റി കേട്ടോ കേട്ടോ. ലാല് ഭയങ്കര അഭിപ്രായം എന്നോട് തന്നെ പറ്റി പറയണേ, നല്ല സിനിമയായിരിക്കും എന്ന് പറയണേ. ലാൽ അങ്ങനെ എല്ലാ സിനിമയൊന്നും പറയാറില്ല. അപ്പോൾ എനിക്കൊരു ഭയങ്കര സന്തോഷം തോന്നി. ലാൽ അങ്ങനെ പറയാറില്ല എന്ന് പറഞ്ഞു. ഒരു സിനിമയെ പറ്റി വളരെ വിരളമായിട്ടുള്ള സിനിമകളാണ് വീണ്ടും വീണ്ടും പറയുള്ളൂ. അങ്ങനെ പറഞ്ഞു തന്നെ പറ്റിയും തൻ്റെ ടീമിനെ പറ്റിയും ആ സിനിമയെ പറ്റിയും താൻ എടുക്കുന്ന പ്രോസസ്സിനെ പറ്റിയൊക്കെ പറഞ്ഞു തന്നു. അപ്പം ഞാൻ അതുവരെയുള്ളൊരു സങ്കടം പെട്ടെന്ന് പിന്നെ ഒരു പ്രതീക്ഷ കാത്തിരിക്കാൻ ഒരു 2-3 മാസങ്ങളും കാത്തിരിക്കാനായിട്ടൊരു ഭയങ്കര സാധ്യത തോന്നി. അതുപോലെ തന്നെയാണ് ഞാൻ നാഷണൽ അവാർഡ് വാങ്ങിയിട്ട് ഞാനും വൈഫും കൂടി ഡൽഹിയിൽ നിന്ന് വരുന്ന സമയത്ത് മണ്ഡക്നാഥൻ സാറും സുഹാസിനി മാമും ഉണ്ടായിരുന്നു. നാഷണൽ അവാർഡ് മണ്ഡക്നാഥൻ സാർ അങ്ങനെ ബെസ്റ്റ് തമിഴ് ഫിലിമിനുണ്ട്. അപ്പം സുഹാസിനി മാമും ഞാനും ഒരേ ഫ്ലൈറ്റിലാണ് തിരിച്ചു വന്നത്. അപ്പം ഞാൻ പറഞ്ഞു, മാം ഞാനാണ് തരുൺ മൂർത്തി, ഇങ്ങനെ തുടരും എനിക്ക് അറിയില്ല, ഞാൻ പരിചയപ്പെടാൻ പോയപ്പോൾ തുടരുമിൻ്റെ ഡയറക്ടറാണെന്ന് പറഞ്ഞു. ഐ ഹേർഡ് അബൌട്ട് യു. ശോഭന എനിക്ക് ഡെയിലി മെസ്സേജ് ചെയ്യും, നിങ്ങൾ എന്തോ ഒരു പുതിയ രീതിയിലാണ് ഈ സിനിമ ട്രീറ്റ് ചെയ്യുന്നത്, ഭയങ്കര രസമാണ് ഇവരുടെ പ്രോസസ്സ്, പുതിയ പിള്ളേരുടെ പ്രോസസ്. അപ്പം ഇവർക്ക് ഭയങ്കര ഇൻഫ്യൂരിറ്റീസ് ഉണ്ടാവും, ഞങ്ങൾ പഴയതാണ് ഇവർ പുതിയതാണ്. അങ്ങനെയല്ല, അയാൾ മ്യൂസിക്കൊക്കെ ഇട്ടാണ് സെറ്റിൽ വർക്ക് ചെയ്യുന്നത്, നമ്മളെ ഭയങ്കരമായിട്ട് കംഫർട്ട് ആക്കുന്നുണ്ട്, സീനുകളൊക്കെ ഇങ്ങനെ ഇംപ്രവൈസ് ചെയ്യുന്നു സുഹാസിനി. അത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണെന്ന് പറഞ്ഞപ്പം അത് എന്നോട് പറഞ്ഞു. അപ്പം നമുക്കൊരു ഓക്കെ, നമ്മളുടെ ചിന്തയും നമ്മുടെ പ്രോസസ്സുകളൊക്കെ ഇവർ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറയുമ്പം പിന്നീട് അവിടെ നിന്ന് ഞാൻ നാഷണൽ അവാർഡ് വാങ്ങിയിട്ട് നേരെ പോകുന്നത് ചെന്നൈയിൽ ഭാരതിരാജ സാറും ലാൽ സാറും നമ്മൾ സംഭവം ഷൂട്ട് ചെയ്യാനാണ്. അതെന്നെ ഒരുപാട് എന്താ പറയുക, സുഹാസിനി മാം, മണ്ഡക്തം, അവര് നമ്മുടെ പ്രോസസ്സ് അടിപൊളി എന്ന് പറഞ്ഞു. അപ്പം ദെൻ അത് എൻ്റെ പ്രോസസ്സിലും ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പിന്നീട് ഒരു ഗീവ് ആൻഡ് ടേക്ക് ഉണ്ട് അതിൻ്റെ ഇടയിൽ. ഒരു കഥകളെ നമ്മള് സിനിമകാരനെ ഒരു സിനിമകാരൻ ഉണ്ടാവുന്ന വഴി എന്ന് പറയുന്നത് 2 ചോദ്യം കൂടെ ഞാൻ അതിൽ ചോദിച്ചിരിക്കാം. ഒന്ന്, ലോകേഷുമായിട്ടുള്ളൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്ത് കമന്റ്സ് കണ്ടു കാണുമോ? കുറെ കമന്റ്സ് അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ആ ഫോട്ടോ ജനിച്ചത്? ലോകേഷ് പറയുന്ന പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലോകേഷിന്റെ ഫിലിം മേക്കിംഗ് പ്രോസസ്സൊക്കെ. ഞാൻ ഒരുപാട് കൈദിയുടെ ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ട ലോകേഷിന്റെ സിനിമകളിൽ ഈ അച്ഛനിപ്പം സൗദികളൊക്കെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതിനാന്ന് പറഞ്ഞാൽ എനിക്ക് ലോകേഷിന്റെ കൈദിയും മാനഗരവും ഭയങ്കര ഇഷ്ടമാണ്. ബാക്കിയുള്ളതൊക്കെ ഇൻഡസ്ട്രി സക്സസുകളാണ് എങ്കിൽ പോലും അയാൾ അതിന്റെ ഒരു ആ പെയിൻ നമുക്ക് ഫിലിം മേക്കറിന്റെ പെയിൻ നമുക്ക് വേണ്ടത് അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടു. ഇപ്പം മാനഗരം പോലെ തന്നെ ഒരു കോൺസെപ്റ്റാണ് ഓപ്പറേഷൻ ജാവ. അപ്പൊ അതുകൊണ്ട് പുതിയ ആളുകളേക്ക് വെച്ചിട്ടൊരു വരവറിയിച്ച സിനിമയാണ്. അതുപോലെ തന്നെയാണ് ജാവ, വരവറിയിച്ച സിനിമയാണ്. ദെൻ ഞാൻ സൗദി വെള്ളക്ക് ചെയ്തപ്പോൾ അയാളോടെ കൈത് ചെയ്തു. അപ്പം ഒരേ സമയത്ത് സിനിമയിൽ വന്ന ആളുകളാണ്. അയാളുടെ വളരെ ബ്രില്യൻ്റ് ആയിട്ട് അയാളെ പ്ലേസ് ചെയ്ത് കൃത്യമായിട്ട് ഇപ്പം ഏറ്റവും താരമൂല്യമുള്ളൊരു സംവിധാനമായിട്ട് മാറി. അപ്പം എനിക്ക് കുറേ ചെന്നൈ സുഹൃത്തുക്കൾ, അപ്പം അരുൺ എന്ന് പറഞ്ഞൊരു 3 BHK എന്ന അരുൺ വെങ്കടേഷ് എന്ന് പറഞ്ഞ 2 പ്രൊഡ്യൂസറുണ്ട്. അപ്പം അരുണും ഈ ആഫ്റ്റർ തുടരും ഞങ്ങൾ തമ്മിൽ ടോക്കുകളുണ്ട്, സിനിമകൾ ചെയ്യാനുള്ള സംസാരങ്ങളുണ്ട്. അപ്പം തമിഴ് ചെയ്യാൻ. അപ്പം അതിൻ്റെ ടോക്കുകൾ നടക്കുന്ന സമയത്ത് ഒരു ദിവസം അരുൺ പറഞ്ഞു, ഇങ്ങനെ ലോകേഷ് നിങ്ങളെപ്പറ്റി അന്വേഷിച്ചായിരുന്നു. അപ്പം ഞാൻ അയ്യോ എന്നെ പറ്റിയോ ലോകേഷ്. അപ്പം ഇങ്ങനെ തുടരും കണ്ടു. അപ്പം തുടരുമിൻ്റെ ഡയറക്ടറിൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞപ്പം പറ്റിയാൽ എന്നെ ഒന്ന് കണക്ട് ചെയ്ത് തരണം എന്ന് പറഞ്ഞു. അപ്പം ലോകേഷ് ഫോൺ ചെയ്തു. ലോകേഷോട് സംസാരിച്ചപ്പോൾ ഇങ്ങനെ തുടരും കണ്ട കാര്യങ്ങളും തുടരുമിൻ്റെ സീനുകളെ പറ്റിയും ഒക്കെ ഇങ്ങനെ. അപ്പം എനിക്ക് ഭയങ്കര രസം. വേറെ ഇൻഡസ്ട്രിയിലുള്ള ഒരു സംവിധായകൻ, അതും ഒട്ടും സമയമില്ലാത്തൊരു സംവിധായകൻ. നമ്മുടെ ഒരു സിനിമ OTT-ലാണ് കണ്ടത്, മറ്റേ സമയത്ത് ഷൂട്ടായിരുന്നു. പക്ഷെ ഞാനത് ഭയങ്കര ഇമ്പ്രസ്ഡ് ആണ്. ഞാൻ രജനി സാറിനെ കാണാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് തരാം. അപ്പം ഞാൻ അയ്യോ രജനി സാറിനെ കാണാൻ പോയിട്ട് പോകുമ്പോൾ എന്നെ കാണാൻ വരാം, ഇതാണ് എൻ്റെ ചിന്ത. അങ്ങനെ രജനി സാറിനെ പോയി കണ്ടിട്ട് അപ്പം ഈ കൂലിയുടെ ഒരു പ്രിവ്യൂ കഴിഞ്ഞിട്ടാണ് തന്നെ. അപ്പോൾ കഴിഞ്ഞിട്ട് നേരെ വന്ന് ഇരുന്ന് ഒരു 2 hours കരിയറിനെ പറ്റി സംസാരിച്ചു. ജാവ് കണ്ടിട്ടുണ്ട്, സൗദി വെള്ളമൊക്കെ കണ്ടിട്ടില്ല, പക്ഷെ ജാവ് കണ്ടിട്ടുണ്ട്. അത് ഭയങ്കര ഇമ്പ്രസീവ് ആയിരുന്നു. അങ്ങനെ ഞാൻ കണ്ട സിനിമകൾ, 2 പേരുടെ ആറ്റിറ്റ്യൂഡുകൾ, സീനുകൾ. അപ്പം കൂലിയിൽ ആ സമയത്ത് കൂലിയിലെ പല സീനുകളുടെയും വിവരണങ്ങൾ, അതിങ്ങനെ ചെയ്തിട്ടുണ്ട്, അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇന്നതാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്. അതൊരു എന്താ പറയുക, ഒരു പ്രൊഫഷണൽ ടോക്കിനപ്പുറത്തേക്ക്. അപ്പം പോകാൻ നേരത്ത് നമുക്ക് ഒരുമിച്ച് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഫോട്ടോ എടുത്തു. അതിനപ്പുറത്തേക്ക് ടൊർപ്പഡോയിലേക്കൊന്നുള്ള ഇൻവിറ്റേഷനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് മുന്നിലേക്കുള്ള എൻ്റെ ഇൻവിറ്റേഷനോ LCO ഒന്നും അല്ല ഇത്. പക്ഷെ അതൊരു 2 ഇൻഡസ്ട്രിയിലുള്ള എന്താ പറയുക, ഒരേ വേവ് ലെന്തുള്ള ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അഹങ്കാരമായി പോകും. എന്നാൽ പോലും ഒരേ പേഴ്സ്പെക്റ്റീവ്സ് ഉള്ള സിനിമേനെ, ഒരേ പേഴ്സ്പെക്റ്റീവിലുള്ള സോള് വേണമെന്ന് ആഗ്രഹിക്കുന്ന, അദ്ദേഹം കുറച്ചും കൂടി അതിന് ബിസിനസ് വലിപ്പങ്ങൾ കണ്ടെത്തുന്ന, നമ്മൾ കുറച്ചും കൂടി ആത്മാവിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന, എന്നാൽ സക്സസുകളുടെ ഫോർമുലയൊക്കെ ആയതുകൊണ്ട് എല്ലാം ഒരേപോലെയൊക്കെ വരുന്ന ആളുകളുടെ ഒരു കൂടെ സംസാരം എന്നുള്ള രീതിയിലാണത്
ഞാൻ അഡ്രസ്സ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഫൈനൽ ക്വസ്റ്റ്യനിലായിട്ട് ഞാൻ ഞങ്ങളോട് ചോദിക്കുകയാണ്, മാറ്റി നിർത്തുന്നു. ഞങ്ങളെ ഈ ഒരു ജേർണി, മകനിലൂടെ ഈ ഒരു ജേർണിയിലേക്ക് പോകുന്നു. അടുത്ത സിനിമയിലേക്ക് അടുത്ത വർഷം ജനുവരിയിൽ തുടങ്ങുന്നു. ഇതിൽ ഞങ്ങളുടെ ഇൻപുട്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ത്രൂ ഔട്ട് ആ പടത്തിൽ ഫാമിലി ആയിട്ട് നേരത്തെ സൂചിപ്പിച്ചില്ല? അതിപ്പോൾ ബിനു എഴുതുന്നതുകൊണ്ട് അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചിട്ടില്ല, ഫുള്ളായിട്ട് വായിച്ചിട്ടില്ല. അത് കൂടുതലും ബാംഗ്ലൂർ ടു മംഗലാപുരം ലൊക്കേഷനാണ് അത് നടക്കാൻ പോകുന്നത്. നമ്മുടെ ഈ മലയാളത്തിലെ ഇപ്പോൾ ഈ മേജർ ആക്ടേഴ്സ് അല്ലാത്തവരെ കുറിച്ചൊന്നും ഒരു ധാരണയിലായിട്ടില്ല, മറ്റു ചെറിയ ചെറിയ വേഷങ്ങൾ. അപ്പോൾ അതിൻ്റെ പ്രോസസ്സ് അങ്ങനെയാണ്. ഇപ്പോൾ അതിൻ്റെ ഒരു ഫൈനൽ സ്ക്രിപ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഫുള്ളാണ്, പക്ഷേ എങ്കിലും തുടരും സിനിമയുടെ വിജയത്തിന് ശേഷമുള്ള മിനുക്ക് പണികളുണ്ടല്ലോ, അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ അതെ, അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നടന്നു കഴിഞ്ഞിട്ടാണ് ബാക്കി ചെറിയ വേഷങ്ങളിലേക്കുള്ള കാസ്റ്റിംഗ് ഒക്കെ നടക്കുന്നത്. അപ്പോഴാണ് നമ്മളെപ്പോലെയുള്ളവരെയൊക്കെ സാധ്യതകളുണ്ടോ ഇല്ലയോ എന്നൊക്കെ, അല്ലെങ്കിൽ നമുക്കൊക്കെ ആരെയൊക്കെ വേണോ എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അഭിനയിക്കാൻ അവസരം കിട്ടുമെന്നുള്ളതാണ്. കിട്ടുമോ കിട്ടിയാലോ എന്നുള്ള, നമ്മൾ ഇതുവരെ അഭിനയിക്കാനുള്ള ഇന്ന് വരെ അഭിനയിക്കുക എന്നൊരു മൊമെന്റിൽ തോന്നും ചെയ്താൽ നന്നാവും. അല്ലാണ്ട് ഒരിക്കലും നമ്മൾ എഴുതുമ്പോൾ ഇത് അച്ഛൻ ചെയ്യട്ടെ എന്നൊന്നും ഒരിക്കലും ചെയ്യാറില്ല. ഞാൻ ഇതുവരെ ആഗ്രഹിച്ചിട്ടുമില്ല, എനിക്ക് വേഷം വേണമെന്ന് ഇതുവരെ പറഞ്ഞിട്ടുമില്ല. എന്നെ നിർബന്ധിച്ചാണ് എല്ലാം ഇപ്പൊ ചെയ്തതിൽ. കാരണം ഇൻഡസ്ട്രി അതെ, എനിക്ക് വളരെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് എന്താണ് ഫിലിം ഇൻഡസ്ട്രി, അവിടെ എന്തൊക്കെയാണ് വേണ്ടത്, അവിടെ മകൻ അച്ഛൻ അതൊന്നുമല്ല എന്നൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാം. പിന്നെ ഇതൊക്കെ വന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ അവിടെ നമ്മൾ അത് അങ്ങനെ ആഗ്രഹങ്ങൾക്ക് ലിമിറ്റേഷൻ വയ്ക്കണം, ഇല്ലേ? കാരണം അത്തരം ഒരു ഇൻഡസ്ട്രിയാണത്. ഇപ്പം ആരും ചോദിക്കുകയൊന്നുമില്ല നമുക്ക് വേണ്ടി ഒരു ക്യാരക്ടർ സൃഷ്ടിച്ചിട്ട് അങ്ങനെ. പക്ഷേ അതിലൊരു പരാജയം വന്നാൽ അതിനായിരിക്കും അച്ഛന് വേണ്ടി എഴുതി അച്ഛൻ പരാജയപ്പെടുത്തി അത് പെട്ടെന്ന്. ഇന്നത്തെ മീഡിയ അങ്ങനെയാണ്, പെട്ടെന്ന് അത് വയ്ക്കും. പക്ഷെ അത് ചെയ്തില്ലെന്ന് വെച്ചാൽ ഒന്നുമില്ല, അച്ഛനെ അഭിനയിച്ചു ആരെങ്കിലും അറിയോ? പക്ഷെ ഇപ്പം അറിഞ്ഞു തുടങ്ങിയിട്ടൊക്കെ ഉണ്ട്. അത് അത്രേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെ മോഹങ്ങളൊന്നുമില്ല. നമുക്കിതിൻ്റെയൊക്കെ പിന്നിൽ അങ്ങനെ ഒരു ഹാപ്പി മൂഡിൽ നടക്കണം. സിനിമ, നാടകം, എല്ലാ ദിവസവും നാടകം, അതിനെക്കുറിച്ച് സംസാരിക്കാതെ എന്തെങ്കിലുമൊക്കെ ഇട്ട് നാടക സംബന്ധമായും ഇപ്പോൾ സിനിമാ സംബന്ധമായും ആരെങ്കിലുമൊക്കെ ഇട്ട് വിളികളും പറച്ചിലുകളും വരും. ഇപ്പം പ്രധാന എൻ്റെ തൊഴിൽ എന്താണെന്ന് ചോദിച്ചാൽ കഥകൾ പറയാൻ ഇഷ്ടംപോലെ ആൾക്കാർ വരും. ഞാൻ ആരെയും നിരാശപ്പെടുത്താറില്ല, കാരണം എല്ലാം കേൾക്കും. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തരുൺ ഒരു കാലഘട്ടത്തിൽ പലരോടും കഥ പറയാൻ പോയിട്ട് അവർക്കപ്പോൾ ഞാൻ എല്ലാ കഥകളും പറഞ്ഞിട്ടില്ല. കേസ് കൊടുക്കരുത്, നിലവിലെ കേസിൻ്റെ കാര്യമൊക്കെ പറയും. കാരണം തരുൺ കേൾക്കുകയല്ല, ഞാൻ കേട്ടിട്ട് ഞാൻ അതെടുത്ത് അവിടെ കൊടുത്തു എന്ന് പറയരുത്. അങ്ങനെയല്ലാത്ത ശുദ്ധാത്മാക്കളായ ഒരുപാട് പേരുണ്ട്. വെറുതെ ഇന്ന് കയറ്റിയിരുത്തി, അതെ, ഡോറ് തുറന്ന് കയറ്റിയിരുത്തി എന്നതിൻ്റെ പേരിൽ കണ്ണ് നിറഞ്ഞൊരു മനുഷ്യനുണ്ട്. പലരോടും ചെന്ന് പറഞ്ഞിട്ട് അയ്യോ ഇല്ല എന്ന് പറഞ്ഞു വിടുന്നിട്ട് ഞാൻ ഡോറ് തുറന്നിരിക്കുമെന്ന് വെച്ച് ഡീറ്റെയിലൊക്കെ ചോദിച്ചു പറഞ്ഞു. ഇങ്ങനെ അപ്പം ഇപ്പം അന്നേരം എന്നോട് പറഞ്ഞു എനിക്ക് എവിടെ പോകാൻ നിൽക്കുകയാണ്, ഒരു ദിവസം എന്നെ ഒന്ന് ഫോൺ ചെയ്തിട്ട് ഒരു ദിവസം പറയുമെന്നൊക്കെ പറഞ്ഞു. അയാൾ ആ കസേരയിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ എൻ്റെ കയ്യെ പിടിച്ചിട്ട് അയാളെ കണ്ണ് നിറയുകയാണ്. എൻ്റെ ജീവിതത്തിൽ ആദ്യമാണ് ഒരാൾ ഈ സിനിമയുടെ കഥ ഇങ്ങനെ ഡോറ് തുറന്ന് അകത്തിരുത്തി ഇത്രയും നേരം സംസാരിച്ചു സാറേ. അപ്പം നമ്മൾ ഇമോഷണൽ, കാരണം അത് അയാൾക്ക് സിനിമയിൽ ലഭിക്കാത്ത ഒരു കാര്യമാണത്. അപ്പം അതുകൊണ്ട് ആര് കഥ പറഞ്ഞാലും നമ്മൾ കുറേയൊക്കെ കേൾക്കും. ചിലത് നല്ലതാണെങ്കിൽ ഇവരോടൊക്കെ പറയും ഇങ്ങനെ നല്ലതാണ്. പക്ഷേ നമുക്കിപ്പം നിലവിൽ അത് കേൾക്കാനോ അതിലേക്ക് കടക്കാനോ സമയമില്ല, വേറെ പലതും. ബ്രോ, ഞാൻ ഇടയ്ക്കൊന്ന് ഇൻ്റർവ്യൂ ആണ് അവിടെ ട്യൂപ്പയുടെ അവിടെ ആളുകൾ മൈക്കും പരിപാടിയൊക്കെ തുടങ്ങി. അപ്പം ഇനി ഞങ്ങൾക്ക് ഒരു 2 മണിക്കൂർ വൈൻഡപ്പ് ചെയ്യണം. അപ്പം അതുകൊണ്ട് നിങ്ങൾക്കും ലൈറ്റൊക്കെ പോയി തുടങ്ങും. അപ്പോൾ ഈ തിരക്കിൻ്റെ ഇടയിൽ, നിങ്ങളുടെ തിരക്കിൻ്റെ ഇടയിൽ, ഞങ്ങളുടെ ഈ ട്യൂപ്പ തിരക്കിൻ്റെ ഇടയിൽ നമുക്കിങ്ങനെ ഒരു ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയത് ഞാൻ ആദ്യം പറഞ്ഞാൽ ലല്ലു ചേട്ടന് വേണ്ടിയിട്ടാണ്. ലല്ലു ചേട്ടൻ എന്നെ ഇങ്ങനെ ചോദിക്കുമ്പോൾ നോ പറയാനുള്ള ലല്ലു ചേട്ടന് ബുദ്ധിമുട്ടാണ് നമ്മളിത് ചെയ്തത്. അല്ലെങ്കിൽ അത് കഴിഞ്ഞു, തുടരും ഇമ്പാക്റ്റോടെ കഴിഞ്ഞു. ഇനി എത്ര ഇന്റർവ്യൂ കൊടുക്കുന്നത് എനിക്ക് ഭയങ്കര ചളിപ്പുണ്ട്. എന്തിനാണ് കഴിഞ്ഞില്ലേടാ എന്ന ആളുകൾ ചോദിക്കൂല എന്ന ചളിപ്പുള്ളിൻ്റെ ഉള്ളിയുണ്ട്. എനിവേ, ന്യൂസ് 18ന്റെ എല്ലാ കേൾവിക്കാർക്കും കാഴ്ചക്കാർക്കും ഒക്കെ ഞങ്ങളുടെ ഫാമിലിയുടെ, പ്യൂപ്പ ഫാമിലിയുടെ എല്ലാം ഒരു വലിയ സ്നേഹം നിറഞ്ഞ ഓണം ആശംസിക്കുന്നു. തിരക്കൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് നിർത്തേണ്ടി വന്നത്. ഓക്കെ, താങ്ക് യു.